A warm welcome to all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അനീമിയ ആണ്. അനീമിയ എന്ന് പറഞ്ഞാൽ വിളർച്ച എന്ന് പറയും. മെജോറിറ്റി ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം ഒരുപാട് പ്രത്യേകിച്ച് സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു കണ്ടീഷനാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഇപ്പം നമ്മുടെ ഗവൺമെന്റ് അതിനായിട്ട് കുറേ പ്രോഗ്രാമുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന് പറഞ്ഞ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് ഒരു കേരള ഗവൺമെന്റ് ഒരു പ്രൊജക്റ്റാണ് വിവ. 15 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ ഹീമോഗ്ലോബിൻ ലെവല് മെഷർ ചെയ്ത് അതിൻ്റെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി അനീമിയ ഉള്ളവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ അനീമിയ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് അനീമിയയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ പറയണേ, ഇറ്റ് ഈസ് നോട്ട് എ സ്പെസിഫിക് ഡിസീസ്. ഒരു ഇന്ന അസുഖമാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് അനീമിയ ഉണ്ടാവാം. അനീമിയയ്ക്ക് ഒരു ഡെഫിനേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഈസ് ബിലോ നോർമലിനേക്കാൾ കുറവ്, അല്ലെങ്കിൽ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് റെഡ്യൂസ്ഡ്. കാരണം RBC's മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ ക്യാരി ചെയ്ത് നമ്മുടെ സെൽസിലേക്ക് എത്തിച്ച് അവിടെ ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നു, ബ്ലഡ് അതേപോലെ ന്യൂട്രിയൻസ് എല്ലാം എത്തിച്ചു കൊടുക്കുന്നു, വാട്ടർ ഇലക്ട്രോലൈറ്റ് എല്ലാം എത്തിച്ചു കൊടുക്കുന്നു, സെൽ അതിന്റെ മെറ്റബോളിസം നടത്തുന്നു, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ നോർമൽ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ കുറഞ്ഞാലും സെൽസിലേക്ക് ഓക്സിജൻ കിട്ടുന്ന ഇതിന് പ്രശ്നങ്ങൾ വരും. അതേപോലെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞു വരുന്നതിന് നമ്മൾ അനീമിയയുടെ ഗണത്തിലാണ് പെടുത്തുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഈസ് ബിലോ നോർമൽ ഓർ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് റെഡ്യൂസ് ഇറസ്പെക്റ്റീവ് ടു ദെയർ ഏജ്, സെക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അവരുടെ ഏജ് എത്രയാണെന്നോ സെക്സ് ഏജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ബിലോ നോർമൽ, എല്ലാവർക്കും ഒരു നോർമൽ റേഞ്ച് ഉണ്ട്, അതിൽ താഴെ പോയാലോ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞാലോ നമ്മൾ പറയുന്ന കണ്ടീഷനാണ് അനീമിയ. ഇനി അനീമിയയുടെ ജനറൽ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഫാറ്റീഗ്, എപ്പോഴും ഭയങ്കര ക്ഷീണം, ഭയങ്കര ഒരു ഉന്മേഷം ഇല്ലായ്മ, അതാണ് ഫാറ്റീഗ്. ഡിസിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്കകത്തൊരു പെരുപ്പ്, ഒരു മന്ദപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ളതാണ് ഡിസിനെസ്. ഒരു മൊത്തത്തിലൊരു ബാലൻസ് കിട്ടാത്ത പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ തലവേദന വരാം. എപ്പോഴും അനീമിയുള്ള ആൾക്കാർ എപ്പോഴും പറയും, എപ്പോഴും തലവേദനയെന്ന് പറയും. അവർ ഈ ബാമുകൾ ഏതെങ്കിലും യൂസ് ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, പക്ഷെ അവർ ഒരിക്കലും അവരുടെ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യില്ല. പെയിന്റിങ്, ഇടയ്ക്ക് പെട്ടെന്ന് തലകറങ്ങി വീഴാം അവർ. മെന്റൽ കൺഫ്യൂഷൻസ്, പല കാര്യങ്ങളും ചെയ്തോ ഇല്ലേ, അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരുന്നു, ഓർമ്മക്കുറവ്, അങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻസ് വരും. ഒരു കാര്യത്തിൽ കൃത്യമായി തീരുമാനം എടുക്കാൻ കഴിയാതിരിക്കുക, പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവുക. ബ്രത്ത്ലെസ്നെസ്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ഇടയ്ക്ക് ഒരുപാട് അനീമിക് പ്രശ്നങ്ങളുള്ളവർക്കെല്ലാം ബ്രീത്തിങ് ഡിഫിക്കൽട്ടി പോലെയുള്ള പ്രശ്നങ്ങൾ വരാം. പാലോർ എന്ന് പറഞ്ഞാൽ ഒരു മൊത്തത്തിലൊരു എന്താ പറയുക, വിളർച്ച എന്ന് പറയുന്നത് തന്നെയാണ്. അതായത് ദേഹത്തെല്ലാം ഒരു ബ്ലഡ് സപ്ലൈ കുറവില്ലാതെ പോലെ, കണ്ണിനകത്ത് എല്ലാം മ്യൂക്കസ് മെംബ്രെയില് കൺജക്റ്റേറിയക്കെല്ലാം ഒരു ബ്ലഡ് ഇല്ലാത്ത പോലെ, കണ്ണൊക്കെ ഇങ്ങനെ ഡോക്ടേഴ്സ് നോക്കാറുണ്ട്. അനീമിയ നോക്കുന്നതിനാണ് വിരലുകളിൽ, കൈകളിലൊക്കെയാണ് നമ്മൾ അത് നോർമലി നോക്കാറുള്ളത്. ദെൻ പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് നമുക്ക് നോർമലി അറിയാറില്ല. നമ്മളൊന്ന് ലോങ് റണ്ണൊക്കെ കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് നമുക്ക് ആ പാൽപിറ്റേഷൻ തിരിച്ചറിയുക. ഇത് എപ്പോഴും അവരുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നവർക്ക് ഫീൽ ചെയ്യും. പിന്നെ മർമർ, അബ്നോർമൽ ഹാർട്ട് സൗണ്ടിനാണ് മർമർ എന്ന് പറയാം. ഒരു ഹാർട്ട് സൗണ്ട് എല്ലാം അബ്നോർമൽ ആയിരിക്കും. ഡോക്ടർ സ്റ്റെപ്പ് വെച്ച് നോക്കുമ്പോൾ പറയും. കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ HD കുറവാണ്, അപ്പോൾ ഓക്സിജൻ കൂടുതൽ ക്യാരി ചെയ്യാൻ വേണ്ടി ഹാർട്ട് കൂടുതൽ പമ്പ് ചെയ്യും. അങ്ങനെ കൂടുതൽ പമ്പ് ചെയ്ത് ഹാർട്ടിന് വർക്ക് ലോഡ് കൂടി വരുന്നതാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ദെൻ ആൻജൈന, വേദന ഡ്യൂ ടു ഹൈപ്പോക്സിയ. ഓക്സിജൻ കിട്ടാത്ത കുറവ് വരുമ്പോൾ നമ്മുടെ ഹാർട്ട് സെൽസ് എല്ലാം കൂടുതൽ ഓക്സിജൻ വേണം എന്ന് പറയും. ബ്രെയിൻ അപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ ഹാർട്ട് കൂടുതലായി പമ്പ് ചെയ്യാൻ ശ്രമിക്കും.
അപ്പോൾ ഹാർട്ടിലെ സെൽസിന് തന്നെ ഓക്സിജൻ കിട്ടില്ല. അങ്ങനെയെല്ലാം നമുക്ക് ആൻജൈന വരാം. ആൻജൈന പറഞ്ഞാൽ പെയിൻ, ആൻജൈന ഡ്യൂ ടു ഹൈപ്പോക്സിയ. ഇതിന്റെയൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫാറ്റീഗ്, ചെസ്റ്റ് പെയിൻ ഉണ്ടാവും പേഷ്യന്റ്, അതാണ് ആൻജൈന എന്ന് പറഞ്ഞത്. ഡിസിനെസ് ഉണ്ടായിരിക്കും പേഷ്യന്റിന്. ഹാർട്ട് പാൽപിറ്റേഷൻ, ഹാർട്ട് ബീറ്റ് അവർക്ക് ഇങ്ങനെ നോർമലി നിൽക്കുമ്പോഴും അവർക്ക് ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യും. ഹെഡ് ഏക്ക് ഉണ്ടാവാം. പെയിൽ സ്കിൻ, പേലർ, മൊത്തത്തിലൊരു വിളറിക്കൊണ്ടിരിക്കുന്നത്. ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത്, പൾസറ്റൈൽ ടൈനിറ്റസ് എന്ന് പറയും. അതായത് ഈ കണ്ണിന്റെ അവിടെ ഇങ്ങനത്തെ എല്ലാം ഒരു തലയിലെല്ലാം നമുക്ക് ആ ഒരു ബീറ്റിംഗ് ഫീൽ ചെയ്യാം. പിന്നെ ഫ്രീക്വന്റ് ഇൻഫെക്ഷൻ, ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് ഫ്രീക്വന്റ് ഇൻഫെക്ഷൻസ് വരാം. എപ്പോഴും അലർജിയാണ്, എപ്പോഴും പനിയാണ്, എപ്പോഴും ചുമയാണ് എന്നുള്ള എല്ലാം പറയുന്നതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയ. അനീമിയ ഒരുപാട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, എറ്റിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അങ്ങനെ പലതും. ഫസ്റ്റ് നമ്മൾ പറയുന്നത് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, മോർഫോളജിക്കൽ എന്ന് പറഞ്ഞാൽ അനീമിയയിൽ RBC ആണ് ബാധിക്കുക. അപ്പൊ RBCയുടെ മോർഫോളജിയിലുള്ള ചേഞ്ചസ്, RBCയുടെ മോർഫോളജിയിലുള്ള ചേഞ്ചസ് അത് പല ടൈപ്പ് ഉണ്ട്. RBCയുടെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുക, അതേപോലെ RBCയുടെ സൈസ് കുറയുക. ഹീമോഗ്ലോബിന്റെ അളവ് കുറയാറുണ്ട്, അതിന്റെ കളർ കുറയുക. RBC നമ്മൾ സ്മിയറിൽ കാണുമ്പോൾ കളർ കുറയുക. അങ്ങനെ എല്ലാ കണ്ടീഷനും വെച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്നതാണ് ഫസ്റ്റ് ഒന്നാണ് നോർമോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ. നോർമൽ സെല്ല് സൈസ്, നോർമോസൈറ്റ് എന്ന് പറയാ നോർമൽ സൈസുള്ള സെൽസിനാണ് നോർമോസൈറ്റ് എന്ന് പറയാ. നോർമോക്രോമിക് എന്ന് പറഞ്ഞാൽ നോർമൽ കളർ ഉള്ള സെല്ലാണ് നോർമോക്രോമിക്. ഇത് രണ്ടും നോർമൽ സൈസ് ആയിരിക്കാം, നോർമൽ കളർ ആയിരിക്കാം, പക്ഷെ എന്നാലും പേഷ്യന്റ് അനീമിക് ആയിരിക്കും. ആ സമയത്ത് പേഷ്യന്റിന്റെ റെഡ് സെൽ ഇൻഡിസസ് MCV, MCH, MCHC, RDW, CCV, എല്ലാ RBC കൗണ്ട് എല്ലാം നമ്മൾ പറയാറുണ്ട്. റെഡ് സെൽ ഇൻഡിസസ് വരെ MCV, MCH ആണ്, MCHC ആണ് വരും, MCV, MCH, MCHC ആണ് വരും, RDW വരും. പക്ഷെ നമ്മൾ RBC, പ്ലേറ്റ്ലെറ്റ്, PCV എല്ലാം പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യന്റിന് MCV നോർമൽ ആയിരിക്കും, MCV നോർമൽ ആയിരിക്കും, MCHC നോർമൽ ആയിരിക്കും. ഇത് അനീമിയ വരാൻ കാരണം എന്താ? RBC എണ്ണം, ബ്ലഡിന്റെ RBC ഒരുപാട് കുറയുന്നു. അതിന്റെ റീസൺ ഡ്യൂ ടു ബ്ലഡ് ലോസ്. ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെടുക. ചിലപ്പോൾ ഒരു ഡെലിവറിയിൽ ഒരു മദറിന് കുറെ ബ്ലഡ് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ആക്സിഡന്റിൽ ഒരാൾക്ക് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെടാം. അങ്ങനെ ബ്ലഡ് നഷ്ടപ്പെടും. പക്ഷെ ബോൺ മാരോന്നോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള വൈറ്റമിൻ B12, ഫോളിക് ആസിഡ്, അല്ലെങ്കിൽ അയൺ, ഇങ്ങനെയുള്ള റോ മെറ്റീരിയലിന്റെ ഡിഫക്റ്റ് കൊണ്ടോ ബോൺ മാരോന്റെ ഇഷ്യൂ കൊണ്ടോ ഒന്നുമല്ല. നമ്മുടെ ബോഡിയിൽ നിന്ന് പെട്ടെന്ന് കുറെ ബ്ലഡ് പോകുമ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൂടുതൽ വാട്ടർ അങ്ങോട്ട് കൊണ്ടുവച്ച് ആ ഫ്ലൂയിഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ ബ്ലഡ് ഡയലൂട്ട് ആയിട്ടാവും. അങ്ങനെ വരുന്നതാണ് ആ അനീമിയ. പിന്നെ ഹീമോലൈറ്റിക് അനീമിയ. ഹീമോലൈറ്റിക് അനീമിയ സെപ്പറേറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ പോലും എന്തെങ്കിലും കാരണം കൊണ്ട് RBC കുറെ ഹീമോളിസിസ് ആയി പോവാം. ചിലപ്പോൾ നമ്മൾ അവർക്കൊരു വേറെ എന്തെങ്കിലും ഒരു ബ്ലഡ് കയറ്റി ആ സമയത്ത് ഒരുപാട് RBC ഡിസ്ട്രക്ഷൻ നടന്നു, അങ്ങനെ RBC ഹീമോളിസിസ് വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിക് ആയ സാധനങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ നമ്മുടെ ബ്ലഡിലോ ബോഡിയിലോ എത്തിക്കഴിഞ്ഞാൽ അനീമിയ വരാം. അല്ലെങ്കിൽ ഭയങ്കര ഇഞ്ചുറി ഉണ്ടായി, ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനിൽ, ഇതിലെല്ലാം ഹീമോലൈറ്റിക് അനീമിയ വരാം. ദെൻ ഹീമോഗ്ലോബിനോപതീസ്, അബ്നോർമൽ ഹീമോഗ്ലോബിൻ എല്ലാം വരുന്നതാണ് ഹീമോഗ്ലോബിനോപതീസ്. പിന്നെ എപ്ലാസ്റ്റിക് അനീമിയ, ബോൺ മാരോ സപ്രഷൻ വരും. അപ്പോൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് നോർമൽ ആയിരിക്കും, പക്ഷെ പ്രൊഡക്ഷൻ സപ്രസ് ചെയ്യും. അപ്പോഴും പെരിഫറിയിൽ കുറയും. അങ്ങനെ അനീമിയ വരാം. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് മൈക്രോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ. മൈക്രോസൈറ്റിക് നോർമോക്രോമിക്, കളർ നോർമൽ ആണ്, പക്ഷെ സെല്ലിന്റെ സൈസ് ചെറുതാണ്. ഇവിടെ അപ്പോ മീൻ സെൽ വോള്യം കുറയും, ഡിക്രീസ്. MCHC നോർമൽ, കാരണം നോർമോക്രോമിക് ആണ് ഇവിടെ, നോർമോക്രോമിക് ആണ്, അതുകൊണ്ട് ആ വോള്യം അവിടെ കുറയും. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻസ്, എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് കാരണം, അല്ലെങ്കിൽ ചില ഡ്രഗ്സ് കാരണം, അല്ലെങ്കിൽ മാലിഗ്നന്റ് കണ്ടീഷൻ കാരണം, അല്ലെങ്കിൽ എൻഡോക്രൈൻ ഇഷ്യൂസ് കാരണം. അതായത് എൻഡോക്രൈൻ ഇഷ്യൂ ബാധിച്ച് അഡ്രിനൽ ഗ്ലാൻഡിനെയും അല്ലെങ്കിൽ തൈറോയിഡിനെയൊക്കെ ബാധിക്കുമ്പോൾ അങ്ങനെ RBCയുടെ ഡിസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ വന്ന് RBCയുടെ മെച്ചുറേഷൻ ഡിഫക്റ്റീവ് ആയിട്ട് വരും. ടോക്സിക് ഡ്രഗ്സ് കാരണം
RBC മെച്ചുറേഷൻ എല്ലാം ബാധിക്കുന്ന സമയത്തും നമുക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ വരാം. അടുത്ത മാക്രോസൈറ്റിക് ലാർജ് സെല്ലാണ്, നോർമോക്രോമിക് അനീമിയ, MCV ഇൻക്രീസ്, മാക്രോസൈറ്റ് ആണ്. MCH നോർമൽ ആയിരിക്കും ഡ്യൂ ടു B12 അല്ലെങ്കിൽ ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി, സൈനോകോബാലമിൻ അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ് മാക്രോസൈറ്റിക് അനീമിയ. ഇവിടെ എല്ലാം നോർമോക്രോമിക് എന്നാണ് നമ്മൾ പറഞ്ഞത്. മൈക്രോ, മാക്രോ, നോർമോ അങ്ങനെ വന്ന് 3 എണ്ണം വന്നിട്ടുള്ളതാണ്. ഇനി മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക്, RBC കളറും കുറവാണ്, RBC സൈസ് ചെറുതാണ്, RBC കളറും കുറവാണ്. അവിടെ MCV, MCHC, MCH എല്ലാം ഡിക്രീസ് ചെയ്യും ഡ്യൂ ടു അയൺ ഡെഫിഷ്യൻസി. ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് അയൺ. അയൺ ഡെഫിഷ്യൻസി വരുന്ന കാരണമാണ്. അയണിന്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ട അയൺ ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും എല്ലാം അബ്സോർപ്ഷൻ ഡിഫക്റ്റ് കാരണം, ഗ്ലോബിൻ ആവശ്യമുണ്ടല്ലോ, അതിന്റെ ഡിഫക്റ്റ് അബ്സോർപ്ഷൻ കാരണം. എക്സസീവ് ഡിമാൻഡ്, ഒരുപാട് ഏജ് വളരുന്ന പ്രായമാണ് അല്ലെങ്കിൽ പ്രഗ്നൻസി ആണ്, അങ്ങനെയുള്ള കണ്ടീഷനിൽ എക്സസീവ് ഡിമാൻഡ് വരും അയൺ. അതിനനുസരിച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാവും. അത് എക്സസീവ് ഡിമാൻഡ് ലൈക്ക് ഗ്രോയിങ് ഏജ് ഓഫ് പ്രഗ്നൻസി. പിന്നെ ലെഡ് പോയ്സണിങ്. ലെഡ് പോയ്സണിങ് വന്നു കഴിഞ്ഞാൽ എന്ത് നമ്മൾക്ക് സംഭവിക്കും? ഹീമോഗ്ലോബിൻ മെറ്റബോളിസത്തിന്റെ പാത്വേ ഡിഫക്റ്റ് ആവും. അപ്പൊ പോർഫൈറിയ എന്ന് പറയാം, പ്രിക്കേഴ്സർ ഓഫ് ഹീമോഗ്ലോബിൻ മെറ്റബോളിസം. പോർഫൈറിൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രിക്കോഴ്സേഴ്സ് നമ്മുടെ ബ്ലഡിൽ വരും. അപ്പോഴും ഹീമ അവിടെ ഉണ്ടാവില്ല, ഹീമോഗ്ലോബിൻ ഉണ്ടാവില്ല. ആ കണ്ടീഷനാണ് ലെഡ് പോയ്സണിങ്ങിൽ സംഭവിക്കുന്നത്. പിന്നെ താലസീമിയ, ഡിഫക്റ്റിംഗ് ഗ്ലോബിൻ ചെയിൻ മെച്ചുറേഷൻ. അപ്പൊ അതെല്ലാം അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാക്കും. അതായത് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. ഇനി മാക്രോസൈറ്റിക് വലിയ സെല്ല് ഹൈപ്പോക്രോമിക് അനീമിയ. ടീനിൻ, വൈറ്റമിൻ B12 അല്ലെങ്കിൽ ഫോളിക് ആസിഡ്, B12 അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസിയിൽ വരുന്നതാണ്. ഇവിടെ MCV കൂടുതലായിരിക്കും, MCH കുറവായിരിക്കും. മീൻ സെൽ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ കാരണം വലിയ RBC, നോർമൽ RBC ഇത്രേ ഉണ്ടാവുള്ളൂ. വലിയ RBC വരുമ്പോൾ ഇതിനകത്ത് മീൻ സെല്ലാണ്, ഇത്ര ഏരിയ ഉള്ള ഹീമോഗ്ലോബിൻ നോക്കുമ്പോൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് MCH കുറയുന്നത്. ഇത് ഡിഫറെന്റ് അനീമിയയുടെ ഒരു പിക്ചറാണ്. ഈ ഫസ്റ്റ് കാണുന്നത് ഇതിൽ ഒരുപാട് സെൽസ്, ഇതിൽ ഒരുപാട് അബ്നോർമൽ സെൽസ് ഉണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടില്ല, ഈ സെൻട്രൽ പലാർ ഏരിയ, ഇതിലെ സെൻട്രൽ പലാർ ഏരിയ ഒക്കെ കൂടുതലാണ്. 1/3 ആണ് സെൻട്രൽ പലാർ. നോർമലി 1/3 ആണ് വരേണ്ടത്, പക്ഷെ ഇതിൽ സെൻട്രൽ പലാർ വളരെ കൂടുതലാണ്. RBCയുടെ സൈസ് ഒക്കെ ഡിഫറെന്റ് ആണ്. ഇതിൽ നല്ല സിവിയർ അയൺ ഡെഫിഷ്യൻസി അനീമിയകളുണ്ട്. മെജോറിറ്റി സെല്ലും അങ്ങനെ തന്നെയാണ്. പല സൈസ് ഉണ്ടായിട്ടില്ല, ഈ ഇതിന്റെ സൈസ് അല്ല ഇതിനുള്ളത്. അങ്ങനെ ഡിഫറെന്റ് അനൈസോ സൈറ്റോസ് എല്ലാം വരുന്നതാണ്. ഒപ്പം ഇതിൽ കണ്ടില്ലേ, ഇവിടെ എലിപ്റ്റോസൈറ്റ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഒരു അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ പിക്ചറാണ്. ഇനി ഇപ്പുറത്തുള്ളത് മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ്. എസ്പെഷ്യലി ഈ ഒരു സാധനം, ഈ കാണുന്ന RBC എല്ലാം മെഗലോബ്ലാസ്റ്റ് ആണ്. ചുറ്റുവട്ടത്തുള്ള ഇതൊക്കെയാണ് നോർമൽ RBC. ഇത് നോർമലാണ്, ഇത് നോർമലാണ്. അപ്പൊ ഇതിനെല്ലാം വെച്ച് വലിപ്പം കൂടുതലുള്ള മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഇത് മാക്രോസൈറ്റിക് അനീമിയാണ്. ഈ കാണുന്ന ഇതെല്ലാം മാക്രോസൈറ്റുകളാണ്. ഈ കാണുന്നതെല്ലാം മാക്രോസൈറ്റുകളാണ്. ഈ കാണുന്നതെല്ലാം നോർമോസൈറ്റുകളാണ്. ഇത് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് നോർമോസൈറ്റ്. ഇതെല്ലാം നോർമോസൈറ്റ് ആണ്. ഏകദേശം ഈ RBCയുടെ 1/3 സൈസ് മാത്രം തന്നെയാണ് ഈ സെൻട്രൽ പലാർ വരുന്നത്. അപ്പൊ ബൈക്കോൺകേവ് ഡിസ്ക് ഷേപ്പിൽ തന്നെ RBC കാണും. ഇതാണ് ഡിഫറെന്റ് അനീമിയ ബ്ലഡ് പിക്ചർ. അപ്പൊ ഇനി മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി എറ്റിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എറ്റിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റീസൺ, എറ്റിയോളജി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും. എറ്റിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയ. അപ്പോൾ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ, അതിന്റെ കാരണങ്ങളാണ് പറയുന്നത്. ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഉണ്ടാവാൻ, RBC ബോൺ മാരോ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പ്രൊഡക്ഷനിൽ ഡിഫക്ട്സ് വരാം. ഒരു കമ്പനിയിൽ, ഒരു സാധനം ഉണ്ടാക്കുന്ന കമ്പനിയിൽ അവിടേക്ക് വേണ്ട റോ മെറ്റീരിയൽ, ഇപ്പൊ ഒരു ചെരുപ്പ് കമ്പനി ആണെങ്കിൽ അവിടേക്ക് വേണ്ട റബ്ബർ, ലെതർ കാര്യങ്ങൾ സപ്ലൈ ചെയ്തില്ലെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ കുറയും. അതേപോലെ തന്നെയാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി
അതിൽ വരുന്നതാണ് ന്യൂട്രിയൻസ് ആയിട്ടുള്ള അയൺ, വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് ഒക്കെ സപ്ലൈ ചെയ്തില്ലെങ്കിൽ ഈ ടൈപ്പ് അനീമിയ അല്ല ഉണ്ടാവുക. മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഡ്യൂ ടു B12 or folic acid deficiency, and iron deficiency anemia in iron deficiency. അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ്, റീനൽ ഫെയിലിയർ, അല്ലെങ്കിൽ കിഡ്നി ഡിസീസ്, ക്രോണിക് കിഡ്നി ഡിസീസ്, അല്ലെങ്കിൽ എൻഡോക്രൈൻ ഡിസീസ്, തൈറോയിഡിന്റെ ഇഷ്യൂസ്, തൈറോയിഡ് ഹൈപ്പർ ആവാം ഹൈപ്പോ ആവാം, അഡ്രിനൽ ഗ്ലാൻഡ് ഇഷ്യൂസ്, അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഇഷ്യൂ വരുന്നതാണ് കുഷിംഗ് ഡിസീസ് എല്ലാം RBC ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. അതേപോലെ തൈറോയിഡിന്റെ ഹൈപ്പോതൈറോയിഡിസം വരുമ്പോൾ ഈ TSHന് തന്നെ ഹൈപ്പോതൈറോയിഡിസം വരുന്ന സമയത്ത് ഈ തൈറോയിഡ് ഹോർമോൺസിന് തന്നെ എറിത്രോപോയിറ്റിനായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ എറിത്രോപോയിറ്റിൻ പ്രൊഡക്ഷൻ കുറയും, സ്റ്റിമുലേഷൻ കുറയും, അപ്പൊ RBC പ്രൊഡക്ഷൻ കുറയും. ഇനി ഹൈപ്പർ തൈറോയിഡിസ്റ്റിലാണെങ്കിലോ, തൈറോയിഡിന്റെ ആക്ടിവിറ്റി കൂടുതലാവുന്ന സമയത്ത് അത് ഇൻഫ്ലമേറ്ററി ഇതാക്കിയിട്ട് RBC ലൈസ് ചെയ്യും. അപ്പോൾ ഹൈപ്പറും ഹൈപ്പോ തൈറോയിഡിസിലും നമുക്ക് അനീമിയ വരാം. പിന്നെ അനീമിയ ഓഫ് ക്രോണിക് റീനൽ ഫെയിലിയറിൽ വരാം. പിന്നെ ബോൺ മാരോ ഇൻഫിൽട്രേഷൻ, മാലിഗ്നന്റ് സെൽസ്, ബോൺ മാരോയില് മാലിഗ്നന്റ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ സെൽസ് എല്ലാം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷനുള്ള ഏരിയ കുറയും. അങ്ങനെ നമുക്ക് അനീമിയ വരാം. അടുത്താണ് ഇൻക്രീസ്ഡ് ഡിസ്ട്രക്ഷൻ. പ്രൊഡക്ഷൻ ഒന്ന് ലോ ആയിരിക്കുമ്പോൾ അനീമിയ വരാം. ഇനി പ്രൊഡക്ഷൻ നോർമലാണ്, പക്ഷെ നമ്മുടെ ബോഡിയിൽ ഡിസ്ട്രക്ഷൻ കൂടുതലാണ്. ഹെറിഡിറ്ററി ആയിട്ട് അതിന് റീസൺ കുറേ ഉണ്ട്. ഹെറിഡിറ്ററി ഡിസ്ട്രക്ഷൻസ് വരുമ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെറിഡിറ്ററി ഡിസ്ട്രക്ഷൻ വരുന്നത്, ഹെറിഡിറ്ററി ആയിട്ട് ഡിസ്ട്രക്ഷൻ വരുന്നുണ്ട്. അതാണ് റെഡ് സെൽ മെംബ്രെയിൻ ഡിഫക്ട്. RBC മെംബ്രെയിൻ ഡിഫക്ട് കാരണം RBC ഡിസ്ട്രക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഉണ്ടാവുന്നതാണ് സ്പീറോസൈറ്റ്. മെംബ്രെയിനിൽ ഡിഫക്റ്റ് കാരണം ഡിസ്ട്രക്ഷൻ നടക്കുക. അപ്പൊ സ്പീറോസൈറ്റ് ഉണ്ട്. സ്പീറോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റൗണ്ട് RBC ആണ്. മൈക്രോസൈറ്റിക് ഹൈപ്പർക്രോമിക് RBC ആണ് സ്പീറോസൈറ്റ്. അതിന് സെൻട്രൽ പലാർ ഇല്ല, ബൈക്കോൺകേവ് ഡിസ്ക് ഷേപ്പ് അല്ല. അപ്പൊ ഈ മെംബ്രെയിൻ ഡിഫക്റ്റിൽ കാരണം ബൈക്കോൺകേവ് ഡിസ്ക് ഷേപ്പിന് പകരം അതിൽ വരുന്ന സ്പീറോസൈറ്റ് ആയിരിക്കും, റൗണ്ട് സെൽസ് ആയിരിക്കും. ഓവാലോസൈറ്റ്, ഓവൽ ഷേപ്പിലുള്ള RBC. നേരത്തെ ഞാൻ കാണിച്ചത് എലിപ്റ്റോസൈറ്റ് ആണ്. അതിനേക്കാൾ കുറച്ചുകൂടി നീളം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഓവാലോസൈറ്റ്, നീളവും വീതിയിലും ചെറിയ പ്രൊപ്പോർഷണൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് ഓവൽ ഷേപ്പ് വരും. അതായത് ഇപ്പൊ നോർമൽ RBC ഇങ്ങനെ ഈ ഷേപ്പിലാണെങ്കിൽ ഓവാലോസൈറ്റ് ഇങ്ങനെയായിരിക്കും, എലിപ്റ്റോസൈറ്റ് ഇങ്ങനെയായിരിക്കും. ഇത് ഈ മാർക്കർ വെച്ച് വരയ്ക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഓവാലോസൈറ്റ്. ഇനി സിക്കിൾ സെൽ അനീമിയ അബ്നോർമൽ ഷേപ്പ് തന്നെയാണ്. സിക്കിൾ ഷേപ്പിൽ അരിവാൾ രൂപത്തിലുള്ള സെൽസ് ആണ്, അരിവാൾ രൂപത്തിൽ വരും. പിക്ചർ കാണിച്ചു തരാം. ദെൻ താലസീമിയ, അതും മെംബ്രെയിൻ ഡിഫക്റ്റിൽ തന്നെ ഗ്ലോബിൻ ചെയിൻ പ്രൊഡക്ഷനെ ബാധിക്കുന്നതുകൊണ്ടാണ്, അതും ഹെറിഡിറ്ററി ആണ്. ഇനി ഡിഫക്റ്റ് ഇൻ ഹീമോഗ്ലോബിൻ, സിക്കിൾ സെൽ അനീമിയ, താലസീമിയ, ഇതെല്ലാം വേറൊരു റീസൺ ആയിട്ടും വരും. സിക്കിൾ സെൽ അനീമിയ, താലസീമിയ. അപ്പൊ HbE എന്ന് പറയും, അബ്നോർമൽ ഹീമോഗ്ലോബിൻ ആണ്. ഇത് ഹീമോഗ്ലോബിനായിട്ട് ഓക്സിജനായിട്ട് അഫിനിറ്റി കൂടുതലാണ് HbEക്ക്. അപ്പൊ HbE ഉള്ളപ്പോൾ ഓക്സിജനായിട്ട് അറ്റാച്ച് ചെയ്യും, പക്ഷെ സെല്ലിന് കൊണ്ടുപോയി കൊടുക്കില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ സെല്ലിന് കൊടുക്കില്ല. അപ്പോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഓക്സിജനായിട്ട് കുറച്ച് കിടക്കും. അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം വരും. പിന്നെ വരുന്നതാണ് ഡിഫക്റ്റ് ഇൻ RBC എൻസൈം. അതിലാണ് G6PD ഡെഫിഷ്യൻസി, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് ഡെഫിഷ്യൻസി, G6PD ഡെഫിഷ്യൻസി. ഇറ്റ് കോസ് ഹീമോലൈറ്റിക് അനീമിയ. അടുത്താണ് അക്വേഡ്. നമുക്ക് കിട്ടുന്നത് മരുന്നുകൾ കൊണ്ടോ ടോക്സിൻസ് കൊണ്ടോ എന്തെങ്കിലും കാരണം വരുന്നതാണ്. അതിലാണ് ഓട്ടോ ഇമ്മ്യൂൺ, നമ്മുടെ ബോഡിയിൽ ഓട്ടോ ആന്റിബോഡീസ് കാരണം നമ്മുടെ RBC തന്നെ ഡിസ്ട്രക്ട് ചെയ്യുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ. PNH എന്ന് പറഞ്ഞാൽ പരോക്സിസ്മൽ നക്ടേണൽ ഹീമോഗ്ലോബിനൂറിയ. രാത്രി മാത്രം ഹീമോഗ്ലോബിൻ യൂറിനിലൂടെ പാസ് ചെയ്യുക, രാത്രി പാസ് ചെയ്യുന്ന യൂറിനിൽ മാത്രം. അപ്പൊ ഹീമോഗ്ലോബിൻ പോകുമ്പോൾ നമുക്ക് അനീമിയ വരും. HDN, ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ന്യൂ ബോൺ, മെക്കാനിക്കൽ ഹീമോലൈറ്റിക് അനീമിയ. RBC എല്ലാം ഡിസ്ട്രക്റ്റ് ആവുക, മെക്കാനിക്കൽ ഇഞ്ചുറി കാരണം നമ്മുടെ സ്ക്രീനകത്തെല്ലാം അതിന്റെ ഒരു ഇലാസ്റ്റിസിറ്റി എല്ലാം പോയി RBC മെക്കാനിക്കലി ഇഞ്ചേർഡ് ആവുക, സ്കിൽ നശിപ്പിക്കപ്പെടാണ്. ഹൈപ്പർ സ്പ്ലെനിസം, സ്പ്ലെയിനിന്റെ ആക്ടിവിറ്റി കൂടുതൽ. ശരിക്കും അബ്നോർമൽ ആയിട്ടുള്ള വീക്ക് ആയിട്ടുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള RBC മാത്രമാണ് സ്പ്ലെയിൻ കില്ല് ചെയ്യൂ. എന്നിട്ട് അതിന്റെ ഹീമോ എടുത്തുകൊണ്ടുപോയിട്ട് അടുത്ത RBCന്റെ ഒക്കെ യൂട്ടിലൈസ് ചെയ്യും, ഗ്ലോബിൻ എടുത്തിട്ട് പ്രോട്ടീനായി കൊണ്ടുപോയിട്ട് അടുത്ത അങ്ങനെ യൂട്ടിലൈസ് ചെയ്യും.
പക്ഷെ ഇത് ഹൈപ്പർപ്ലൈനിസം വന്നു കഴിഞ്ഞാൽ നല്ല RBC ഇത് ഡിസ്ട്രക്ട് ചെയ്യും, അപ്പോഴും നമുക്ക് അനീമിയ വരും. മലേറിയൽ പാരസൈറ്റ് ഒരു എൻഡോ പാരസൈറ്റ് ആണ്. സെല്ലിനകത്ത് കയറി നല്ല ഡിസീസിലാവുമ്പോൾ എല്ലാ സെല്ലും ഇൻഫെക്റ്റഡ് ആവും. അതിനകത്തത്തെ ഹീമോഗ്ലോബിനും കാര്യങ്ങളും ഭക്ഷിച്ചാണ് ആ പാരസൈറ്റ് ജീവിക്കുന്നത്. അപ്പോൾ RBCക്ക് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ മലേറിയയെ അനീമിയ കോസ് ചെയ്യും. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, അബ്നോർമൽ ആയിട്ടുള്ളൊരു ബ്ലഡ് കയറ്റുമ്പോൾ RBC ആന്റിജൻസ് തമ്മിൽ റിയാക്ട് ചെയ്ത് RBC ലൈസ് ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫ്യൂഷൻ വരുമ്പോൾ ട്രാൻസ്ഫ്യൂഷൻ അസോസിയേറ്റഡ് അനീമിയ വരും. ഇനി ബ്ലഡ് ലോസിൽ വരുന്നതാണ് ഹെമറേജ്. ഒരു ബ്ലീഡിങ് എവിടെയെങ്കിലും വന്ന് ബ്ലഡ് ലോസ് വരുമ്പോൾ വരാം. ട്രോമ, ഇന്റേണൽ ബ്ലീഡിങ്സ് വരുമ്പോൾ പോവാം. മാസീവ് GIT ബ്ലീഡിങ്, ഇന്റേണലി നമ്മുടെ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രയാങ്കിളിൽ നിന്ന് ബലൂണിങ്, GITയിലെ ബലൂണിങ് എല്ലാം വന്ന് നമ്മൾ ബ്ലഡ് ആർട്ടറി പമ്പ് ചെയ്യുന്നതിനനുസരിച്ച് സ്ക്യൂസ് ചെയ്ത് ബ്ലഡ് പോകുന്ന കണ്ടീഷനൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ GITയിൽ എന്തെങ്കിലും ബ്ലീഡിങ്, അൾസേഴ്സ് ആയിരിക്കാം. അതേപോലെ ഡ്യൂറിങ് ഡെലിവറി അല്ലെങ്കിൽ ലേബർ എന്ന് പറയും, ചൈൽഡ് ലേബറിൽ ഇത് വരാം. ഇനി അയൺ ഡെഫിഷ്യൻസി അനീമിയ. എന്ന് പറഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്ന പോലെ എല്ലാ സെൽസിലും ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് ആണ്. ഇതൊക്കെ നോർമൽ RBC ആണ്. ഇപ്പൊ ഇത് നോർമൽ ആണ്. നമ്മൾ സ്നിയറിൽ സ്ലൈഡ് വെച്ച് വരയ്ക്കുമ്പോൾ RBCയുടെ ഷേപ്പിന് ചെറിയ മാറ്റങ്ങൾ വരാം. എന്നാൽ ഇതെല്ലാം നോർമൽ RBC ആണ്. ഇതിനേക്കാൾ കൂടുതൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ചെറിയ കളർ കുറവുള്ള RBCകൾ വരുന്നതാണ് മൈക്രോസൈറ്റ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. MCV, MCHC ആർ ഡിക്രീസ്ഡ്. നമ്മുടെ ശരീരത്തിലെ അയൺ 66% അയൺ ഉള്ളത് ഹീമോഗ്ലോബിനകത്താണ്. RBC ഡിസ്ട്രക്ഷൻ റെറ്റിക്കുലർ എൻഡോത്തീലിയൽ സിസ്റ്റത്തിൽ നടക്കുമ്പോൾ അവിടുന്ന് അയൺ റിലീസ് ചെയ്യും. അതിനെ നമ്മുടെ ബോഡി ട്രാൻസ്പോർട്ട് ചെയ്യും. അങ്ങനെ അയണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫോമാണ് ട്രാൻസ്ഫറിങ്. അതേപോലെ എക്സസ് അയൺ സ്റ്റോർ ചെയ്യുന്നതിലാണ് ഫെറിറ്റിൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. നമ്മുടെ ബോഡിയിലെ PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ട്രാൻസ്പോർട്ട് ഫോം ഓഫ് അയൺ, ഇറ്റ് ഈസ് ട്രാൻസ്ഫറിങ്. അതേപോലെ സ്റ്റോറേജ് ഫോം ഓഫ് അയൺ, അല്ലെങ്കിൽ അയൺ ഈസ് സ്റ്റോർഡ് ആസ് ഫെറിറ്റിൻ ആണ് ആൻസർ. അബ്നോർമൽ ഡെപ്പോസിഷൻ വരുമ്പോഴാണ് ഹീമോസൈഡ്രിൻ ആയിട്ട് വരുന്നത്. ഇതിന്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. ബ്രിറ്റിൽ, പെട്ടെന്ന് പൊട്ടുന്ന നഖം. റിഡ്ജസ് ഓൺ നെയിൽ, നഖത്തില് ഓരോ റിഡ്ജസ് പോലെ ഒരു നീളത്തിലുള്ള ഒരു വര വരുന്നതല്ല. സ്പൂൺ നെയിൽ, നെയില് നമുക്കെല്ലാം ഒരു ആർച്ച് പോലെയാണ്. നെയിലിന്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആർച്ച് പോലെയാണ് വരിക. പക്ഷെ ഇത് സ്പൂൺ ഷേപ്പിലാണ് വരിക, ഉള്ളിലൊരു ഇതുള്ള പോലെ, ഉള്ളിലേക്ക് മടക്കുള്ള പോലെ. ഡിസ്ഫാജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളോ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. സോളോ ചെയ്യാൻ ബുദ്ധിമുട്ട്. ആംഗുലാർ സ്റ്റൊമാറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ളവരുടെ വായുടെ ചുണ്ടിന്റെ രണ്ട് സൈഡിലും മുറിവുകളുള്ള പോലെയും അവിടെ പൊട്ടലുകൾ വരും. അതാണ് ആംഗുലാർ സ്റ്റൊമാറ്റൈറ്റിസ്. ദെൻ ഗ്ലോസൈറ്റിസ്, ഇൻഫ്ലമേഷൻ ടു ദ ടങ്, അതാണ് ഗ്ലോസൈറ്റിസ്. ഇവിടെ പിക്ചറിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ ഇത് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രീം ഫാറ്റിഗ്, വീക്ക്നെസ്, പെയിൽ സ്കിൻ, പുവർ ആപ്പിറ്റൈറ്റ്, വിശപ്പുണ്ടായിരിക്കില്ല, ചെസ്റ്റ് പെയിൻ, പാൽപിറ്റേഷൻ, അതാണ് ഹാർട്ട് ബീറ്റ് എല്ലാം പറയുക, ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത്, ഹെഡേക്ക്, ഡിസിനെസ്, ലൈറ്റ് ഹെഡ്നെസ്, കോൾഡ് ഹാൻഡ്, കൈ എപ്പോഴും നല്ല തണുപ്പായിരിക്കും, ഫീറ്റ്, ബ്രിറ്റിൽ നെയിൽ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ അനീമിയയുടെ എല്ലാം വരാം. ഇതിന്റെ കാരണം ബ്ലഡ് ലോസ് വരുമ്പോൾ നമുക്ക് അൾസർ കാരണം, ഇൻറ്റെസ്റ്റൈൻ സ്റ്റൊമക്കിൽ അൾസർ വരുമ്പോൾ ബ്ലഡ് ലോസ് വരാം. മാലിഗ്നൻസിയിൽ കാരണം വരാം. ഹുക്ക്വേം ഇൻഫെക്ഷൻ, നമുക്ക് ഒരു പാരസൈറ്റിക് ഇൻഫെക്ഷൻ വന്ന വേം നമ്മുടെ ബ്ലഡ് ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെയെല്ലാം ബ്ലഡ് ലോസ് വരുമ്പോൾ വരാം. ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഇൻ പ്രഗ്നൻസി, പ്രീമച്യൂർ ബർത്ത്, ഗ്രോത്ത്, വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായത്തിലേക്കാണ് ഇൻക്രീസ്ഡ് ഡിമാൻഡ് വരാം. അതിനനുസരിച്ച് അയൺ കിട്ടിയില്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ വരും. ഇനി അയൺ നമ്മൾ ബോഡി കൊടുക്കുന്നുണ്ട് ഭക്ഷണത്തിലൂടെയൊക്കെ, പക്ഷെ അത് അബ്സോർബ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഗ്യാസ്ട്രക്ടമി, ഇൻറ്റസ്റ്റൈനൽ പാർട്ട് ഏതെങ്കിലും കുറച്ച് റിമൂവ് ചെയ്യുക. ദെൻ കോളിയക് ഡിസീസ്, എന്തെങ്കിലും കോളൻ ബേസ്ഡ് ഡിസീസ്, ക്രോൺസ് ഡിസീസ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു CA ഓഫ് കോളൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മാലബ്സോർപ്ഷൻ വരാം. പുവർ ഡയറ്റ്, സമീകൃത ആഹാരം ഒന്നും കിട്ടാതെ അവർക്ക് ഡയറ്റിൽ ഇഷ്യൂസ് വരുമ്പോൾ അങ്ങനെ വരാം. ലാബ് ഡയഗ്നോസിസ്, ഇതിന്റെ ലാബ് ഡയഗ്നോസില് RBC, PCV, MCV, MCH, MCHC, ഫെറിറ്റിൻ, റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് എല്ലാം ഡിക്രീസ് ചെയ്യും. ട്രാൻസ്ഫറിൻ സാച്ചുറേഷൻ ലെസ് ദാൻ 10 ആയിരിക്കും. CIBC ആൻഡ്
RDW. TIBC and RDW. TIBC, RDW മാത്രമാണ് ഡിക്രീസ് ചെയ്യുക. അതായത് RBC ഡിക്രീസ് ചെയ്യും, HB ഡിക്രീസ് ചെയ്യും, PCB കുറയും, MCB കുറയും, MCH കുറയും, MCHC കുറയും, ഫെറിറ്റിൻ കുറയും, റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് കുറയും. ട്രാൻസ്ഫറിങ് സാച്ചുറേഷൻ ലെസ് ദാൻ 10 ആയിരിക്കും. ടോട്ടൽ അയൺ ബൈൻഡിങ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. RDW, റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത്, RDW, TIBC ഇൻക്രീസ് ചെയ്യും. എറിത്രോയിഡ് ഹൈപ്പർപ്ലേസിയ ഇൻ ബോൺ മാരോ. ഇതൊക്കെയാണ് അയൺ ഡെഫിഷ്യൻസിയുടെ ഇത്. അപ്പോൾ നമ്മൾ നമ്മുടെ റെഡ് സെൽ ഇൻഡിസസ് വെച്ചിട്ടാണെങ്കിൽ HB കുറയും, PCB കുറയും. അത് നോർമലി നമുക്കറിയാം. അതിനുശേഷം MCB കുറയും, MCH കുറയും, MCHC കുറയും. RDW, റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത്, അതായത് അനൈസോസൈറ്റോസിസ്. നോർമൽ സെൽസും മൈക്രോസൈറ്റ് ആവാം, മാക്രോസൈറ്റ് ആവാം. ഇതിൽ ഏത് വന്നാലും സെല്ലിന്റെ സൈസിന്റെ ഡിഫറൻസിൽ നല്ല ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതൊരു 11.5 to 17.5 ഒക്കെയാണ് RDW നോർമല്. അത് 20ഉം 25ഉം ഒക്കെ ആയിട്ട് വരും. അതാണ് റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത് RDW. അത് ഇൻക്രീസ് ചെയ്യും. അടുത്തത് സിഡറോബ്ലാസ്റ്റിക് അനീമിയ ഡ്യൂ ടു ഡിഫക്റ്റ് ഇൻ ഹീം സിന്തസിസ്, ഇൻകോപ്പറേഷൻ ഓഫ് അയൺ ടു ഹീം. ഇതിൽ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ ഹീം സിന്തസിസിലെ ഡിഫക്റ്റ് കാരണം, അതായത് ഹീമിലേക്ക് അയണിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണം അയൺ ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ മൈറ്റോകോൺട്രിയ ഓഫ് സെൽ. അകത്തെ മൈറ്റോകോൺട്രിയയിൽ ഇത് ഡെപ്പോസിറ്റ് ചെയ്യും ആൻഡ് സറൗണ്ടഡ് ബൈ ദ ന്യൂക്ലിയസ് ഓഫ് എറിത്രോബ്ലാസ്റ്റ്. എറിത്രോബ്ലാസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എറിത്രോബ്ലാസ്റ്റിനെല്ലാം ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ അതേപോലെ ആ ന്യൂക്ലിയസ് ഈ പറയുന്ന ഇതിന് ചുറ്റും ഈ പിക്ചറിൽ കാണുന്നുണ്ട് ഈ സ്ട്രക്ചറുകൾ ഇങ്ങനെ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. ഡൈമോർഫിക് ബ്ലഡ് പിക്ചർ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത. നോർമോക്രോമിക് നോർമോസൈറ്റിക്കും കാണാം, ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക്കും കാണാം. അപ്പൊ അയൺ ഡെഫിഷ്യൻസിയുടെ ഒരു ബ്ലഡ് പിക്ചറുമായിട്ട് നമുക്കിത് കാണാം. ഇതിന്റെ റീസൺ എക്സ് ലിങ്ക്ഡ് ആണ്, ജനറ്റിക് ആണ്, എക്സ് ലിങ്ക്ഡ് ആണ്. ഇറ്റ് ഈസ് എ ഹെറിഡിറ്ററി. പിന്നെ ഇത് അക്യൂർഡ് ആയിട്ട് വരാം. ഡ്രഗ്സ് കാരണം, എന്തെങ്കിലും ഡ്രഗ്സ് കാരണം RBC മെച്ചുറേഷൻ ഡെവലപ്മെന്റിനെ ബാധിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ, അതുപോലെ ലെഡ് പോയിസണിങ് വരുമ്പോൾ ഹീമിന്റെ സിന്തസിസിനെ ബാധിക്കുമ്പോഴും നമുക്ക് സിഡറോബ്ലാസ്റ്റ് ബ്ലഡ് സ്മിയറിൽ കാണാം. മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം, അതൊരു സിൻഡ്രോം എന്ന് പറയുമ്പോൾ അവസ്ഥയാണ്. മൈലോഡിസ്പ്ലാസ്റ്റിക് സെല്ലിന്റെ ഗ്രോത്തിനെല്ലാം മെച്ചുറേഷൻ എല്ലാ മൈലോഡ് സീരീസിലെ എല്ലാവരെയും ബാധിക്കുന്നതാണ്. അക്യൂട്ട് മൈലോഡ് ലുക്കീമിയ, AML റിംഗ്ഡ് സിഡറോബ്ലാസ്റ്റ് in the blood smear. Ringed fibroblast in the blood smear. അടുത്ത എപ്ലാസ്റ്റിക് അനീമിയ. എപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ പാൻസൈറ്റോപീനിയ. പാൻ മീൻസ് ഇപ്പൊ പാൻ ഇന്ത്യ എന്നൊക്കെ പറയില്ലേ, പാൻ ഓർത്തു വയ്ക്കാൻ വേണ്ടി പറയാണ്. പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ. അപ്പൊ പാൻ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് പാൻസൈറ്റോപീനിയ. എല്ലാ സെൽസിന്റെയും പ്രൊഡക്ഷൻ കുറയും ഇൻ പെരിഫറൽ ബ്ലഡ് ഡ്യൂ ടു decreased cellularity in the bone marrow. ബോൺ മാരോന് ഒരു സപ്രഷൻ എല്ലാം വന്ന് എല്ലാ സെല്ല് പ്രൊഡക്ഷൻ കുറയും. അപ്പൊ അവിടെ RBC കുറയും. അതിനനുസരിച്ചിട്ട് ഹോൾ ബ്ലഡ് ലീനേജ് ഡിക്രീസ്, HB ഡിക്രീസ്, റെറ്റിക്കുലോസൈറ്റ് ഡിക്രീസ്, എല്ലാ സെൽ ലീനേജും ഡിക്രീസ് ചെയ്യും. ബോൺ മാരോയില് ഡിക്രീസ്ഡ് ഹീമോപോയറ്റിക് സ്റ്റെം സെൽ പ്രിക്കോഴ്സേഴ്സ്, ഹൈപ്പോസെല്ലുലാരിറ്റി, സെല്ലുകളെല്ലാം കുറവായിരിക്കും. ഇതിന് കാരണമുണ്ട്, അക്യൂർഡ് ആയിരിക്കാം. ചിലപ്പോൾ നമുക്ക് ഇത് കിട്ടുന്നത് ഡ്യൂറിങ് ദ ലൈഫ് കിട്ടുന്നതായിരിക്കാം. എപ്ലാസ്റ്റിക് അനീമിയ ചില ഡ്രഗ്സ് ബോൺ മാരോനെ സപ്രസ് ചെയ്യും, കീമോതെറാപ്പി കാര്യങ്ങൾ പോലെ. അത് കെമിക്കൽസ്, റേഡിയേഷൻ എടുക്കുന്നവർക്ക് അനീമിയ വരുന്നത് ബോൺ മാരോ സപ്രഷൻ കാരണമാണ്. അനീമിയ അവരുടെ TC കുറവായിരിക്കും, പ്ലേറ്റ്ലെറ്റ് കുറവായിരിക്കും, RBC കുറവായിരിക്കും, അങ്ങനെയെല്ലാം കണ്ടീഷൻ. പിന്നെ വരുന്നതാണ് ഇൻഫെക്ഷൻസ് വരും. ഇൻഫെക്ഷൻസിൽ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ വരുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻ, എപ്സ്റ്റീൻ ബാർ വൈറസ്, ട്യൂബർകുലോസിസ്, PNH, സിക്കിൾ സെൽ അനീമിയ. PNH എന്ന് പറഞ്ഞാൽ പാരോക്സിസ്മൽ നക്ടേണൽ ഹീമോഗ്ലോബിനൂറിയ. ദെൻ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്, GVHD, അതെല്ലാം. പിന്നെ ഇൻഹെറിറ്റഡ് കണ്ടീഷൻസ് ആണ് ഫാങ്കോണീസ് അനീമിയ എന്ന് പറയും. പിന്നെ കെരാറ്റോസിസ് കൺജനിറ്റ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ.
ഈ ഫാങ്കോണീസ് അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ തന്നെയാണ്, ഒരു ടൈപ്പ് അനീമിയ തന്നെയാണ് ഫാങ്കോണീസ് അനീമിയ എന്ന് പറയുന്നത്. പക്ഷെ ഇതൊരു റയർ ജനറ്റിക് ഡിസോർഡർ കാരണമാണ്, ഓട്ടോസോമൽ റെസസീവ് ഇൻഹെറിറ്റൻസ്. ഒരു ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ്, മ്യൂട്ടേഷൻ ഇൻ ദ 22nd ജീനിൽ വരുന്ന, ഇതിൽ 22nd ജീനിൽ വരുന്ന മ്യൂട്ടേഷൻ കാരണം വരുന്നതാണ്. ബർത്ത് ഡിഫക്റ്റ് വരാം, ആള് ഭയങ്കര ഹൈറ്റ് കുറവായിരിക്കാം, സ്കിൻ പിഗ്മെന്റേഷൻ എല്ലാം അബ്നോർമൽ ആയിരിക്കാം, തമ്പിന്റെ മെച്ചുറേഷനൊക്കെ അബ്നോർമൽ ആയിരിക്കാം, ബോൺ മാരോ ഫെയിലിയർ ഉണ്ടായിരിക്കാം, ക്യാൻസറിന് ചാൻസ് ഉണ്ട് അവർക്ക്, ക്രോമസോമൽ ഇൻസ്റ്റെബിലിറ്റി ഒക്കെ അവർക്ക് വരാം. അതൊക്കെയാണ് ഷോർട്ട് സ്റ്റാച്ചർ, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പിഗ്മെന്റേഷൻ സ്കിന്നിൽ, ഇതൊക്കെയാണ് ഫാങ്കോണീസ് അനീമിയ എന്ന് പറയുന്നത്. അതിലെല്ലാം ഈ എപ്ലാസ്റ്റിക് അനീമിയ കൂടി കോസ് ചെയ്യും, അതായത് ബോൺ മാരോ സപ്രഷൻ. അടുത്ത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് ഇൻ DNA സിന്തസിസ്. അപ്പോൾ ഡിഫക്റ്റീവ് മെച്ചുറേഷൻ ഓഫ് ന്യൂക്ലിയസ്. നമ്മുടെ ബോഡിയുടെ DNA, ന്യൂക്ലിയസിനകത്താണ് DNA ഉള്ളത്, DNAയുടെ മെച്ചുറേഷൻ ഡിഫക്റ്റീവ് ആവും. പക്ഷെ സൈറ്റോപ്ലാസ്മിക് മെച്ചുറേഷൻ നോർമൽ ആയിരിക്കും. അപ്പോൾ എർത്രോബ്ലാസ്റ്റ്, അതായത് RBC ഉണ്ടായി വരുന്ന എർത്രോബ്ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സൈറ്റോപ്ലാസ്മിക് മെച്ചുറേഷൻ നോർമൽ ആയിരിക്കും, DNA മെച്ചുറേഷൻ, ന്യൂക്ലിയർ മെച്ചുറേഷൻ ഡിഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇമ്മെച്ചുർ ന്യൂക്ലിയസ്, അതായത് ഇമ്മെച്ചുർ ന്യൂക്ലിയസ് വിത്ത് നോർമൽ സൈറ്റോപ്ലാസം, ഇമ്മെച്ചുർ ന്യൂക്ലിയസ് വിത്ത് നോർമൽ സൈറ്റോപ്ലാസം ആയിരിക്കും. അപ്പൊ അത് ജൈന്റ് സെല്ലായിട്ട് കാണും. നേരത്തെ ഞാനൊരു മെഗലോബ്ലാസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, മാക്രോസൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് ഈസ് ഡ്യൂ ടു B12 ഓർ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി. Due to B12 or folic acid deficiency. B12 found in animal origin, not found in veggies. Vitamin B12 animal sources നിന്ന് മാത്രമാണ് നമുക്ക് കിട്ടുക, വെജിറ്റബിളിൽ നിന്ന് കിട്ടില്ല. B12 അപ്പോൾ നോൺ വെജ് കഴിക്കുന്നവർക്ക് പാലിലൂടെ ഒക്കെ കിട്ടും നമുക്ക് B12. വെറും വെജിറ്റേറിയൻസിൽ ഉണ്ടാവില്ല. ഇറ്റ് ഓൺലി അബ്സോർബ്ഡ് ഈസ് കമ്പൈൻഡ് വിത്ത് ദ ഇൻട്രിൻസിക് ഫാക്ടർ സെക്രീറ്റഡ് ബൈ ദ പാരിറ്റൽ സെൽസ് ഓഫ് ഗ്യാസ്ട്രിക് മ്യൂക്കോസ. ഇൻട്രിൻസിക് ഫാക്ടർ വേണം നമുക്ക്. നമ്മുടെ ബോഡിയിൽ പാരിറ്റൽ സെൽസ്, ഗ്യാസ്ട്രിക് മ്യൂക്കോസയിലെ, നമ്മുടെ വയറിനകത്തുള്ള ഗ്യാസ്ട്രിക് മ്യൂക്കോസയിലെ പാരിറ്റൽ സെൽസ് ഇൻട്രിൻസിക് ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്താൽ ആ ഇൻട്രിൻസിക് ഫാക്ടറിന്റെ ഒപ്പം മാത്രമാണ് B12 അബ്സോർപ്ഷൻ നടക്കുള്ളൂ. ഫോളിക് ആസിഡ്, അടുത്ത ഫോളിക് ആസിഡ് സീൻ ഇൻ ഗ്രീൻ ലീഫി വെജിറ്റബിൾ, ലിവർ ആൻഡ് ഈസ്റ്റ്. ഈ പിക്ചറിൽ നോക്കുക, ഇത് കണ്ടില്ലേ, ഈ വലിയ വലിയ സെൽസ് RBCs, അതാണ് മെഗലോബ്ലാസ്റ്റ്. ഇവിടെ ടിയർ ഡ്രോപ്പ് സെൽസ് കാണാം. മെഗലോബ്ലാസ്റ്റിക് അനീമിയയുടെ ഒരു ക്രൈറ്റീരിയ ആണ് ടിയർ ഡ്രോപ്പ് സെൽസ് കാണാം. അതേപോലെ ഓവാലോസൈറ്റ്, ഇത് മാക്രോ ഓവാലോസൈറ്റ് ആണ്. ഓവാലോസൈറ്റ് ആണ് ഇതൊക്കെയാണ് നോർമൽ RBC. ഈ പിക്ചറിൽ കാണുന്ന ഈ സൈസുകളൊക്കെയാണ് നോർമൽ RBC. അപ്പൊ ഇത് ഓവൽ ഷേപ്പും ആണ്, മാക്രോ ആണ്. അപ്പൊ മാക്രോ ഓവാലോസൈറ്റ് ആണ്. പിന്നെ ഇവിടെ ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽ. നോർമലി ന്യൂട്രോഫിലിന് 2 to 5 ലോബാണ്. ഇവിടെ അതിൽ 1, 2, 3, 4, 5, 6, 7, 8 ലോബുകൾ അതിൽ കാണുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ ബ്ലഡ് പിക്ചർ വരെ. മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B12 or folic acid. B12 is only absorbed when intrinsic factor is present, and it is intrinsic factor is produced by parietal cells of gastric mucosa. Folic acid is plenty in leafy vegetable, liver and yeast. അടുത്ത pernicious anemia or Addisonian anemia. Due to malabsorption of B12. B12 absorption is defective. Decreased or no intrinsic factor. Intrinsic factor വേണം ഇത് അബ്സോർബ് ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഡിഫക്റ്റ് കാരണം വരുന്നതാണ്. അല്ലെങ്കിൽ ഓട്ടോ ആന്റിബോഡി, ഇൻട്രിൻസിക് ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരിറ്റൽ സെൽസ് ഓഫ് ഗ്യാസ്ട്രിക് മ്യൂക്കോസയ്ക്ക് എതിരെയുള്ള ആന്റിബോഡീസ്. ഈ ആന്റിബോഡീസ് കാരണം നമുക്ക് ആ ആന്റിബോഡീസ് പാരിറ്റൽ സെൽസിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇൻട്രിൻസിക് ഫാക്ടർ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറച്ചാണ്. അപ്പൊ നമുക്ക് ഫുഡിലൂടെ B12 കിട്ടിയാലും നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അതാണ് ഈ കണ്ടീഷനിൽ വരുന്നത്. ഇതിൽ വരുന്നത് മൈൽഡ് ജോണ്ടിസ്, ചെറിയ മഞ്ഞപ്പിത്തം ഉണ്ടാവും, ഗ്ലോസൈറ്റിസ്, ഇൻഫ്ലമേഷൻ ടു ദ ടങ്, ഒരു ഗ്ലോസി അപ്പിയറൻസ് വരും ടങ്ങിന്. ദെൻ ലോസ് ഓഫ് വെയിറ്റ്, പർപ്യൂറ. പർപ്യൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രോംബോസൈറ്റിക് സൈറ്റോപീനിക് പർപ്യൂറ എന്ന് പറയല്ലേ, സ്കിന്നിനടിയിൽ പർപ്പിൾ കളർ ഡോട്ട് ഡ്യൂ ടു സ്കാപ്പുലറിയുടെ ബ്രേക്കേജ് വന്ന് ബ്ലീഡിംഗ് ആണ്.
മെലാനിൻ പിഗ്മെന്റേഷൻ, സ്കിന്നിൽ മെലാനിൻ പിഗ്മെന്റേഷൻ വരാം. ഇതിന്റെ ലാബ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ്ഡ് HB, RBC, TCV, TC, പ്ലേറ്റ്ലെറ്റ്, റെറ്റിക്സ്. പെർനീഷ്യസ് അനീമിയയിൽ എല്ലാം കുറയും. ഇൻക്രീസ്ഡ് MCV ആൻഡ് MCH, അൺകോൺജുഗേറ്റഡ് ബിൽറൂബിൻ. ഇത് കണ്ടില്ലേ, ഇതിനകത്തെല്ലാം വലിയ വലിയ സെൽസ് കാണുന്നില്ലേ? അതായത് B12 കിട്ടിയില്ലെങ്കിൽ ന്യൂക്ലിയർ മെച്ചുറേഷൻ നടക്കില്ല, സൈറ്റോപ്ലാസം മെച്ചുറേഷൻ നടക്കും. അപ്പോൾ RBCയുടെ സൈസ് കുറയില്ല, വലിയ വലിയ RBC ബ്ലഡിൽ ഇങ്ങനെ കാണും. ഇതെല്ലാം അതാണ്. പ്ലസ് ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽ കാണും, ടിയർ ഡ്രോപ്പ് സെല്ല് കാണും. ഇതെല്ലാം ഇതിലും കാണും. അൺകോൺജുഗേറ്റഡ് ബിൽറൂബിൻ കൂടുതലായിരിക്കും. മാക്രോസൈറ്റോസിസ്, ഇവിടെ മാക്രോസൈറ്റോസിസ് ഉണ്ട്. ഹൗവൽ ജോളി ബോഡീസ്, കബോട്ട് റിംഗ്സ്, ഇതൊക്കെ RBC ഇൻക്ലൂഷൻസ് ആണ്. ഹൗവൽ ജോളി ബോഡീസ്, കബോട്ട് റിംഗ്, ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽ, ബോൺ മാരോ ഷോ, എറിത്രോയിഡ് ഹൈപ്പർപ്ലേസിയ ആൻഡ് മെഗലോബ്ലാസ്റ്റ്. ഇങ്ങനത്തെ ഈ കണ്ടീഷൻസ് എല്ലാം മെഗലോബ്ലാസ്റ്റ്, ലാർജ് സെൽസ് എല്ലാം പെർനീഷ്യസ് അനീമിയയിൽ കാണും. അടുത്ത് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ്. നമുക്ക് ക്രോണിക് ഇൻഫെക്ഷൻസ് കാരണം നമുക്ക് വരുന്നതാണ് TB. TBയിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റ് ഭയങ്കര വീക്ക് ആയിരിക്കും, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭയങ്കര വീക്ക് ആയിരിക്കും അവര്. വേറെ കുറെ ഇഷ്യൂസ് കാണാം, അവർ നന്നായി മെലിഞ്ഞ് ഉണങ്ങി വരും, വിശപ്പുണ്ടായിരിക്കില്ല. ഇൻഫ്ലമേഷൻസ് കാരണം, അതായത് ഒരു ഇൻഫ്ലമേറ്ററി പ്രോട്ടീൻസ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യണം, പേഷ്യന്റ് വീക്ക് ആയിരിക്കും, ഭക്ഷണം കഴിക്കില്ല, അബ്സോർപ്ഷൻ പ്രോപ്പറായി നടക്കില്ല. അങ്ങനെയെല്ലാം വരുമ്പോൾ TBയിൽ പേഷ്യന്റ് വീക്ക് ആവുന്ന സമയത്ത് അനീമിയ വരും. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇതൊക്കെ ഇൻഫ്ലമേഷൻ ഒക്കെ വരുമ്പോൾ RBC ലൈസസ് ഉണ്ടാവും. UTI ഒക്കെ ഒരു ചെറിയൊരു ഡ്യൂറേഷനിൽ വരുന്നതായിരുന്നു, അതൊന്നും അനീമിയ കോസ് ചെയ്യുന്ന അത്ര ലെവലിലേക്ക് എല്ലാ കേസിലും വരില്ല. ബ്രോങ്കിയോപ്റ്റാസിസ്, ഓസ്റ്റിയോമൈലൈറ്റിസ്, ഇൻഫ്ലമേഷൻസിലെല്ലാം RBC ഡിസ്ട്രക്ഷൻ നടക്കും. പിന്നെ ക്രോണിക് ഇൻഫ്ലമേഷൻസിൽ പറയുന്നതാണ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, സിക്കിൾ സെൽ അനീമിയ, മാലിഗ്നൻസി എല്ലാം. ഇനി അനീമിയ ഓഫ് ലെഡ് പോയ്സണിങ്, ലെഡ് ഇൻഹിബിറ്റ് ഹീം സിന്തസിസ് വരും. ഗ്ലോബിന്റെ ഹീം സിന്തസിസ് ആണ് വരിക, ലെഡ് അഫക്റ്റ് ചെയ്യുക, ഹീമിനാണ് ഫുഡ് ലെഡ് പോയ്സണിങ്ങിൽ വരിക. ഹൈപ്പോക്രോമിയ, അനീമിയ വിത്ത് ബേസോഫിൽ സ്റ്റിപ്ലിംഗ് ഇൻ ബോൺ മാരോ സിഡ്രോബ്ലാസ്റ്റ്. ബോൺ മാരോയിൽ സിഡ്രോബ്ലാസ്റ്റ് വരും. അപ്പോൾ ലെഡ് പോയ്സണിങ് വരുമ്പോൾ ഹീം സിന്തസിസ് കിടക്കില്ല, അവിടെ അയൺ ഡെപ്പോസിറ്റ് ചെയ്യും, അതിന് ന്യൂക്ലിയർ മെറ്റീരിയൽ അതിന് ചുറ്റും വരും, അങ്ങനെ അത് ബ്ലൂ കളറിൽ കാണും. ഹീമോലൈറ്റിക് അനീമിയ. അടുത്തത് ഹീമോലൈറ്റിക് അനീമിയയിലെ ഇൻക്രീസ്ഡ് ഡിസ്ട്രക്ഷൻ ഓഫ് RBC. അതിന് പല കാരണങ്ങളുണ്ട്. ഇതിന്റെ പേഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പാലർ ആണ്, വിളർച്ച ഉണ്ടാവും, ഒരു വെളുത്ത ഉണ്ടാവും, ജോണ്ടിസ് ഉണ്ടാവും, സ്പ്ലീനോമെഗാലി ഉണ്ടാവും. ഫിസിക്കൽ എക്സാമിനേഷൻ ഡോക്ടേഴ്സ് ചെയ്താൽ സ്പ്ലീനിന്റെ സൈഡ് എൻലാർജ് ചെയ്ത് നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഹെറിഡിറ്ററി ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. ഹീമോലൈറ്റിക് അനീമിയ ഡ്യൂ ടു മെംബ്രെയിൻ ഡിഫെക്ട്, അതിലാണ് ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസ്. മെംബ്രെയിൻ ഡിഫെക്ട് കൊണ്ടുവരുന്ന രണ്ട് അസുഖങ്ങളാണ് ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസും ഹെറിഡിറ്ററി എലിപ്റ്റോസൈറ്റോസും. ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് സ്പെക്ട്രിൻ പ്രോട്ടീൻ, ഈ പ്രോട്ടീന്റെ ഡിഫക്റ്റ് കാരണം RBC മെംബ്രെയിൻ അബ്നോർമൽ ആയിരിക്കും, അങ്ങനെ വരുന്നതാണ് ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസ്. അപ്പോൾ ഡാർക്ക് അല്ലെങ്കിൽ ഹൈപ്പർക്രോമിക് മൈക്രോസൈറ്റിക് സെൽസ് ആയിരിക്കും വിത്തൗട്ട് സെൻട്രൽ പെലാർ. ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ് ആയിരിക്കില്ല, റൗണ്ട് സെൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. റെറ്റിക്കുലോസൈറ്റ് ഇൻക്രീസ് ചെയ്യും, ഓസ്മോട്ടിഫ്രൈലിറ്റി ഇൻക്രീസ് ചെയ്യും, ഡയറക്റ്റ് ഫോം ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും. സ്പീറോസൈറ്റ്സ് ഒരുപാട് കാണും. അടുത്താണ് ഹെറിഡിറ്ററി എലിപ്റ്റോസൈറ്റോസിസ്. ഇവിടെ റൗണ്ട് സെൽസ് ആണെങ്കിൽ അവിടെ നീളത്തിലുള്ള സെൽസ് ആണ്, അത് മൈൽഡ് അനീമിയ കോസ് ചെയ്യും, അതാണ് ഹെറിഡിറ്ററി എലിപ്റ്റോസൈറ്റോസിസ്. അടുത്ത് ഡിഫെക്റ്റ് ഇൻ റെഡ് സെൽ മെറ്റബോളിസം. ആദ്യം RBCയുടെ ഡിസ്ട്രക്ഷൻ ഇൻക്രീസ് ആവാൻ മെംബ്രെയിൻ ഡിഫെക്റ്റ് കാരണം വന്നായിരുന്നു. അടുത്ത് ഡിഫെക്റ്റ് ഇൻ സെൽ മെറ്റബോളിസം നടത്തണമെങ്കിൽ ഒരുപാട് എൻസൈംസ്, ഹോർമോൺസ് വേണം. ഇവിടെ RBC എൻസൈംസിനെല്ലാം G6PD ഡെഫിഷ്യൻസി വരും, ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് ഡെഫിഷ്യൻസി വരും. അപ്പോൾ ഹീമോളിസിസ് സംഭവിക്കും, അതാണ് ഹീമോലൈറ്റിക് അനീമിയ. കോൺട്രാക്റ്റഡ് ഓർ ഫ്രാഗ്മെന്റഡ് RBC ചുരുങ്ങിയത് അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ RBCകൾ. മെംബ്രെയിൻ ഡിഫെക്റ്റ് ആണ്, അപ്പൊ RBC പൊട്ടിപ്പോവും, അപ്പൊ അതിനകത്തുള്ള ഹീമോഗ്ലോബിൻ റിലീസ് ചെയ്യും. ഹെയ്ൻസ് ബോഡീസ് എല്ലാം കാണും. അടുത്തത് പൈറുവേറ്റ് കൈനേസ് ഡെഫിഷ്യൻസി. ഇറ്റ്സ് ഓൾസോ കോസ് destruction of RBC. It is pyruvate kinase is essential for in the
metabolism of RBC and it take part in the EMP pathway, Enden-Meyerhof-Parnas pathway. Enden-Meyerhof-Parnas pathway എന്ന് പറയും, Enden-Meyerhof-Parnas pathway എന്നും പറയും. ഓട്ടോഹീമോളിസിസ് ഉണ്ടായിരിക്കും, ഇൻക്രീസ്ഡ് ലൈസിസ് നോട്ട് കറക്റ്റഡ് ബൈ ഗ്ലൂക്കോസ്. RBCക്ക് നമ്മൾ ഗ്ലൂക്കോസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മെംബ്രെയിൻ ഡിഫക്റ്റ് കാരണം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഗ്ലൂക്കോസ് കൊടുത്താൽ ലൈസിസ് പ്രിവെന്റ് ചെയ്യും. പക്ഷേ ഈ പൈറുവേറ്റ് കൈനേസ് ഡെഫിഷ്യൻസി G6PD ഡെഫിഷ്യൻസി ഒക്കെ ആണെങ്കിൽ ഗ്ലൂക്കോസ് കൊടുത്താലും അത് കറക്റ്റ് ചെയ്യപ്പെടില്ല. അടുത്ത ഡ്യൂ ടു അബ്നോർമൽ ഹീമോഗ്ലോബിൻ, അതിലാണ് അബ്നോർമൽ ഹീമോഗ്ലോബിൻ ആണ് HbS, HbD, HbE. HbS സിക്കിൾ സെൽ അനീമിയയില്, HbD പഞ്ചാബിലാണ് ആദ്യം കണ്ടുപിടിച്ചത്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ പാകിസ്ഥാനി കുറച്ച് ലീനിയേജിലും ഇന്ത്യൻ ലീനിയേജിലും കാണുന്നതാണ് HbD. ഇതന്നെ ലോസ് ഏഞ്ചൽസിലും കണ്ടുപിടിച്ചിട്ടുണ്ട് HbD. പിന്നെ HbE അബ്നോർമൽ ഹീമോഗ്ലോബിൻ ആണ്. അതിന് നേരത്തെ ഞാൻ പറഞ്ഞു RBCയോട് ഓക്സിജനായിട്ട് അഫിനിറ്റി കൂടുതലാണ്, പക്ഷെ അപ്പോൾ തിരിച്ച് സെല്ലിലെത്തിയാൽ ഓക്സിജൻ വിട്ടുകൊടുക്കില്ല. അടുത്ത ഡിക്രീസ് സിന്തസിസ് ഓഫ് ഗ്ലോബിൻ ചെയിൻ, അതിൽ വരുന്നതാണ് ആൽഫ ബീറ്റ താലസീമിയ. ഗ്ലോബിൻ ചെയിനിന്റെ പ്രൊഡക്ഷനിൽ ഡിഫക്റ്റീവ് വരുമ്പോഴാണ് ആൽഫ താലസീമിയ, ബീറ്റ താലസീമിയ. Sickle cell anemia. It is a disease due to the presence of abnormal hemoglobin or HbS. The heme portion of Hb, heme unaffected, and the abnormality in the protein part. Heme part unaffected ആയിരിക്കും, abnormality in the protein part ലായിരിക്കും. HbS is predominantly in the black population of North America. North America ബ്ലാക്ക് പോപ്പുലേഷനിൽ മെജോറിറ്റിയും HbS ആണ്. കേരളത്തിലാണെങ്കിൽ അട്ടപ്പാടിയില്, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലും വയനാട്ടിലെല്ലാം സിക്കിൾ സെൽ പേഷ്യൻസ് ഉണ്ട്. എനിക്കറിയുന്ന ഒരുപാട് പേര് സിക്കിൾ സെൽ പേഷ്യൻസ് ആണ്, സിക്കിൾ സെൽ ട്രൈറ്റുകളാണ്. അത് ആ ഒരു അവിടുത്തെ ഒരു ജനറ്റിക് ആയിട്ടുള്ള അവിടെ ആ ഒരു കുറച്ച് ആൾക്കാരിൽ ആ ഒരു ലീനേജ് വരുന്നുണ്ട്. ഈ ബ്ലാക്ക് പോപ്പുലേഷൻ ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞ പോലെ ട്രൈബ്സിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. പക്ഷെ ട്രൈബ്സിലല്ലാതെ ഇത് കാണുന്നുണ്ട്. കാരണം എപ്പോഴും ട്രൈബുകൾ തമ്മിൽ മാത്രമാണ് മാരേജ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനൊരു ഇതില്ലാത്ത കാരണം മിക്സിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വേറെ പോപ്പുലേഷനിൽ കാണുന്നത്. ഒരു ലാബ് ടെക്നീഷ്യൻ സിക്കിൾ സെൽ അനീമിയ ആയിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു 6-7 വർഷം മുമ്പ് പാലക്കാട് ജില്ലയിൽ. ഇത് ഹോമോസൈഗസ് ഡിസീസ് ഉണ്ട്. അതിനെ നമ്മൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയും. ബോത്ത് പാരന്റ്സും HbS ഉള്ളത് കാരണം അത് HbS സീരിയസ് ആണ്, വളരെ സീരിയസ് കണ്ടീഷൻ ആണ്, HbS ആണ്. അടുത്ത ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ഉണ്ട്, അതിനെ കാണുന്നതാണ് നമ്മൾ ട്രൈറ്റ് എന്ന് വിളിക്കും. ഇവരുടെ HbS ഉണ്ടായിരിക്കും, ബാക്കിയുള്ളത് HbD ആവാം, A ആവാം, C ആവാം, E ആവാം, O ആവാം, B ആവാം, ഏതും ആവാം. പക്ഷെ സിക്കിൾ സെൽ അനീമിയ HbS ഡിസീസിൽ അല്ലെങ്കിൽ ഹോമോസൈഗസ് ഡിസീസിൽ എല്ലാം HbS ആയിരിക്കും. ഇതിലെ പിക്ചറിൽ കാണിക്കുന്നുണ്ട്, ഇതൊക്കെയാണ് സിക്കിൾ സെൽ. ഓക്കെ, ഇതിൽ മെയിൻ ഡിഫക്റ്റ് വരുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂട്ടാമിക് ആസിഡ് ഇൻ ദ 6th പൊസിഷൻ of globin chain is replaced by valine. In the 6th position of globin chain, glutamic acid is replaced by valine. രണ്ട് അമിനോ ആസിഡ്സ് ആണ്. ഗ്ലൂട്ടാമിക് ആസിഡിനെ റീപ്ലേസ് ചെയ്ത് വാലിൻ വരുന്നതുകൊണ്ടാണ്. നോർമലി അവിടെ ഗ്ലൂട്ടാമിക് ആസിഡ് ആയിരിക്കും, പക്ഷെ HbS അവിടെ വാലിൻ ആണ് വരും. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. മ്യൂട്ടേഷൻ ഇൻ ദ വിച്ച് ജീൻ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഏത് ജീനിൽ അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇത് ഇമ്പോർട്ടന്റ്. പിന്നെ ഏത് അമിനോ ആസിഡിനെ ഏത് റീപ്ലേസ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഗ്ലൂട്ടാമിക് ആസിഡിനെ വാലിൻ റീപ്ലേസ് ചെയ്യുന്നു. ഇലക്ട്രോഫോറസി ചെയ്ത് നമുക്ക് സിക്കിൾ സെൽ അനീമിയ പെട്ടെന്ന് കണ്ടുപിടിക്കാം. സിക്കിൾ സെൽ അനീമിയ ഫ്രം സിക്കിൾ സെൽ ട്രൈറ്റ്. അനീമിയ എന്ന് പറഞ്ഞാൽ സിക്കിൾ സെൽ ഡിസീസിലാണെങ്കിൽ HbS മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റേതിലാവുമ്പോൾ മിക്സപ്പ് ആയിരിക്കും കാണാം. പിന്നെ നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ വേറെയും ചെയ്യുന്നുണ്ട്. സിക്കിൾ സെൽ ടെസ്റ്റ്, ടാർഗറ്റ് സെൽസിനെ, ഹൗവൽ ജോളി ബോഡീസിനെ, റെറ്റിക്സിനെ എല്ലാം നമുക്ക് ഇതിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ സിക്കിൾ സെല്ലെല്ലാം അബ്നോർമൽ RBC ആയത് കാരണം നമ്മുടെ ബോഡിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ സ്പ്ലീന് റിമൂവ് ചെയ്യും. ഇതിന് നോർമൽ ഫ്ലോ എല്ലാം തടസ്സപ്പെടും.
കാപ്പിലറി വെച്ച് ബ്ലോക്ക് ആവും. ഏർലി റിമൂവൽ ഫ്രം ദ സർക്കുലേഷൻ. ഇറ്റ് ആൾസോ ഇൻക്രീസ് ദ വിസ്കോസിറ്റി ഓഫ് ബ്ലഡ്. ബ്ലഡിന്റെ ഒരു ഫ്ലോനെ തടസ്സപ്പെടുത്തും. സിക്കിൾ സെല്ലിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കിൾ സെൽ സിക്ലിംഗ് ടെസ്റ്റ് തന്നെയാണ് സിക്കിൾ സെൽ അനീമിയക്ക് നമ്മൾ ചെയ്യുക. സിക്ലിംഗ് ടെസ്റ്റ് ആണ് സിക്കിൾ സെൽ അനീമിയക്ക് നമ്മൾ ചെയ്യുന്നത്. ദ ഓക്സിജൻ ടെൻഷൻ ഈസ് ഡിക്രീസ്ഡ് യൂസിങ് എ റെഡ്യൂസിങ് ഏജന്റ് വിച്ച് ഹേസ്റ്റൻ ദ സിക്ലിംഗ്. അപ്പോൾ ഓക്സിജൻ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ഒരു റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്യും. നമ്മൾ സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആണ് ആഡ് ചെയ്യുക. 2% സോഡിയം മെറ്റാബൈസൾഫേറ്റ് ബ്ലഡുമായി മിക്സ് ചെയ്യുമ്പോൾ ഓക്സിജൻ ടെൻഷൻ കുറയ്ക്കും. ഓക്സിജൻ ടെൻഷൻ കുറച്ച് കഴിഞ്ഞാൽ സിക്കിൾ സെൽസ് വേഗം സിക്കിൾ ഷേപ്പിലേക്ക് മാറും. അപ്പൊ അങ്ങനെ എന്നിട്ട് ഒരു 15-20 മിനിറ്റ് മോസ്റ്റ് ചേമ്പറിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് വെച്ചിട്ട് ഹൈ പവറിൽ ഒബ്സർവ് ചെയ്ത് നമുക്ക് കാണാം. പിന്നെ നമ്മൾ വേറെയും കുറെ ടെസ്റ്റുകൾ ഉണ്ട്. സ്ക്രൈവർ ആൻഡ് ബോ മെത്തേഡ്, സോളിബിലിറ്റി ടെസ്റ്റിംഗ്, ഡയത്താനൈറ്റ് മെത്തേഡ്, ഇങ്ങനെയുള്ള പല മെത്തേഡിലും ചെയ്യാം. കോമൺ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് സിക്ലിംഗ് ടെസ്റ്റ്. ഇലക്ട്രോഫോറസും നമുക്ക് ചെയ്യാം. അടുത്തത് താലസീമിയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ failure or reduced capacity to produce one type of chain in globin portion, either alpha or beta. അതായത് failure or reduced production, ഒന്നല്ലെങ്കിൽ കുറവായിരിക്കാം, ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഗ്ലോബിൻ പോർഷൻ ഓഫ് ആൽഫ ഓർ ബീറ്റ ചെയിൻ. ആൽഫയിലോ ബീറ്റയിലെ ഗ്ലോബിൻ പോർഷനിൽ വരുന്നതാണ്. അപ്പൊ ആൽഫയിലെ ഡിഫക്റ്റ് ആണെങ്കിൽ, ആൽഫ ചെയിനിലെ ഡിഫക്റ്റ് ആണെങ്കിൽ ആൽഫ താലസീമിയ, ബീറ്റ ചെയിനിലെ ഡിഫക്റ്റ് ആണെങ്കിൽ ബീറ്റ താലസീമിയ. ഹോമോസൈഗസ് കണ്ടീഷൻ ഉണ്ട്. ഹോമോസൈഗസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിവിയർ കേസ് ആണ്. ഹെട്രോസൈഗസ് കണ്ടീഷൻ, ബോത്ത് പാരന്റ്സ് എന്നൊക്കെ വരികയാണെങ്കിൽ അത് ഹോമോസൈഗസ് ആവും, സിവിയർ ആയിരിക്കും. ഹെട്രോസൈഗസ് ആണെങ്കിൽ മൈൽഡ് സിംറ്റംസ്, നോ സിംറ്റംസ് ആയിട്ട് പോവും. ഇതില് ആൽഫ താലസീമിയയിൽ ആൾ പേഷ്യൻസ് ആർ നോർമൽ, HD ഇലക്ട്രോഫോറസിസ് നോർമൽ ആയിരിക്കും. ആൽഫ ചെയിനിന് ഡിഫക്റ്റ് വരുമ്പോൾ ആൽഫ താലസീമിയ വലിയ വിഷയമുള്ളതല്ല, പക്ഷെ ബീറ്റ താലസീമിയ ഡേഞ്ചർ ആണ്. ഹോമോസൈഗസ് കണ്ടീഷനിൽ നമ്മൾ മേജർ താലസീമിയ എന്ന് പറയും, അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ താലസീമിയ എന്ന് പറയും, അല്ലെങ്കിൽ കൂളീസ് അനീമിയ എന്ന് പറയും. കൂളീസ് അനീമിയ. ബീറ്റ താലസീമിയയുടെ പേരാണ് മേജർ താലസീമിയ, മെഡിറ്ററേനിയൻ താലസീമിയ, അല്ലെങ്കിൽ കൂളീസ് അനീമിയ. B0 എന്ന് പറഞ്ഞാൽ β0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ബീറ്റ ചെയിൻ പ്രൊഡക്ഷൻ ആണ്. B+ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ഗ്ലോബിൻ ചെയിൻ പ്രൊഡക്ഷൻ ആണ്. ഇതിൽ ഒരുപാട് അബ്നോർമൽ സെൽസ് നമുക്ക് കാണാൻ പറ്റും. ഒവാലോസൈറ്റ്, ദെൻ ഇതിനകത്ത് ഡെപ്പോസിഷൻ ഉണ്ട്. ആർബിട്രൽ സൈസ് എല്ലാം സ്റ്റോമാറ്റോസൈറ്റ് ആണോ ഈ പിക്ചറിൽ? സ്റ്റോമുകൾ ഓപ്പണിംഗ് ഉള്ളത് അങ്ങനെ പോലെ. ഇതിൽ ടാർജറ്റ് സെൽസ് സെൻട്രൽ കണ്ടില്ല, ഇവിടെ ടാർജറ്റ്, ചുറ്റി ഏരിയയിൽ അങ്ങനെ ടാർജറ്റ് സെൽസ് കാണാം. അങ്ങനെ കുറെ അബ്നോർമൽ സെൽസ് ഇതിൽ കാണാം. താലസീമിയ മേജർ സിംറ്റംസ് എക്സ്പ്രസ്ഡ് ഇൻ 3 to 6 months ആഫ്റ്റർ ബർത്ത്. സ്പ്ലീനോമെഗാലി, ഹെപ്പാറ്റോമെഗാലി. സ്പ്ലീനും എൻലാർജിയും ലിവറും എൻലാർജിയും. അയൺ ഓവർലോഡ്, ബോൺ മാരോ ഹൈപ്പർപ്ലേസിയ, പ്രോമിനന്റ് ഫ്രോണ്ടൽ ആൻഡ് പരീറ്റൽ ബോൺ. ഫ്രോണ്ടൽ ബോൺ എന്ന് പറഞ്ഞാൽ നെറ്റി, നമ്മുടെ നെറ്റിയുടെ ബോണ് ഭയങ്കര പ്രോമിനന്റ് ആയി തള്ളി വരുന്ന പോലെ ഉണ്ടാവും. അതേപോലെ പരീറ്റൽ, അതിന്റെ ബാക്കിലുള്ളതാണ് പരീറ്റൽ ബോൺസ്. സൈഡിലുള്ള ടെമ്പറൽ, ബാക്കിലുള്ളത് ഓക്സിപിറ്റൽ. തലയുടെ ഏറ്റവും മേലെയുള്ളതാണ് ഫ്രോണ്ടൽ ബോൺസ്, അതെല്ലാം വരും. എൻലാർജ്മെന്റ് ഓഫ് മാക്സില, താടിയെല്ലിന് നല്ല നീളം വരും. അങ്ങനെയൊക്കെയാണ് അവരുടെ അപ്പിയറൻസ് വരിക താലസീമിയയിൽ. എൻഡോക്രൈൻ പ്രോബ്ലംസ് ഉണ്ടാവാം, അവർക്ക് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടായിരിക്കാം. പ്യൂബർട്ടി, ഇവർ സർവൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്ക് ആബ്സെൻസ് ഓഫ് പ്യൂബർട്ടി, മെച്ചുർ ആവില്ല. അതായത് ഒരു 12-13 വയസ്സായി കഴിഞ്ഞാൽ ആൺകുട്ടികളിൽ മെയിൽ ഹെയർ ഗ്രോത്ത് പാറ്റേണും സെമൻ പ്രൊഡക്ഷൻ എല്ലാം വരും. പെൺകുട്ടികളിൽ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യും, പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യും, മെനാർക്കി വരും. അതൊന്നും ഉണ്ടായിരിക്കില്ല. ലാബ് ഡയഗ്നോസ് ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് അനീമിയ, ടാർജറ്റ് സെൽസ്, ബേസോഫിലിക് സ്റ്റിപ്ലിംഗ്, റെറ്റിക്കുലോസൈറ്റോസിസ് എല്ലാം വരാം. HD ഇലക്ട്രോഫോറസിൽ ഡിക്രീസ് ഓർ ആബ്സെന്റ് HbA. ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഡിക്രീസ് ഓർ ആബ്സെന്റ് HbA, മോസ്റ്റ്ലി HbF. കുട്ടികളായതുകൊണ്ട് തന്നെ
HbF എന്ന് മാറി HbA ആയി വരണം. ആ മെച്ചുറേഷൻ എല്ലാം ബീറ്റ ചെയിനിൽ ഡിഫക്റ്റ് കാരണം ഉണ്ടാവില്ല. ഇനി വേറെ കുറച്ച് കോമൺ മീൻസ് ഒരു കുറച്ച് അനീമിയ കൂടി ഉണ്ട്, അതുകൂടി പറയാം. ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ. ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ, AIHA എന്ന് പറയും. ഡ്യൂ ടു എക്സ്ട്രാ സെല്ലുലാർ ആന്റിജൻ ടു RBC. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ആന്റിജൻ ടു, ഓട്ടോ മീൻസ് സെൽസ്, നമ്മുടെ ബോഡിയിൽ തന്നെ ആന്റിജൻസ് പ്രൊഡക്ഷൻ ആണ്. ഓട്ടോ ആന്റിജൻ അല്ലെങ്കിൽ ഓട്ടോ ആന്റിബോഡീസ്, ആന്റിജൻ ടു RBC. അപ്പോൾ ഓട്ടോ ആന്റിബോഡീസ് ഒക്കെ ഡിസ്ട്രക്ട് ചെയ്യും. കോൾഡ് അറ്റ്മോസ്ഫിയർ ആന്റിബോഡീസ് 4 ഡിഗ്രി, വാം ആന്റിബോഡീസ് 37 ഡിഗ്രി. അതായത് ഇത് 2 ടൈപ്പ് ഉണ്ട്. ചിലത് കോൾഡ് ആന്റിബോഡീസ് ആണ്, തണുപ്പിൽ റിയാക്ട് ചെയ്യും. അങ്ങനെ കോൾഡ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലാണ് PNH-ലൊക്കെ വരുന്നത്. വാം ആന്റിബോഡീസ് വരുമ്പോഴാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ. RBCക്കെതിരെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആന്റിജൻ ടു RBC, എക്സ്ട്രാ സെല്ലുലാർ ആന്റിജൻ ടു RBC, അത് RBC നശിപ്പിക്കും. ഒപ്പം തന്നെ ഈ ആന്റിജനെതിരെ നമ്മുടെ ബോഡി ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ RBC ലൈസ് വരും. എക്സാമ്പിൾ SLE, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ്. DCT പോസിറ്റീവ് ആയിരിക്കും, സ്പ്ലീനോമെഗാലി ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ. നമ്മുടെ RBCക്കെതിരെ നമ്മുടെ ബോഡി തന്നെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ ആന്റിജൻ ഉണ്ടാവും, അതിനെതിരെ അത് ഡിസ്ട്രക്ട് ചെയ്യും. അടുത്തത് ഐസോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ ഡ്യൂ ടു ABO ഇൻകോമ്പാറ്റിബിലിറ്റി. HDN-ലും വരാം, RH ഇൻകോമ്പാറ്റിബിലിറ്റിയിലും വരാം. AB ഇൻകോമ്പാറ്റിബിൾ ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഇതിൽ ഡിസ്ട്രക്ഷൻ വരുന്നതാണ്, RBCക്ക് ഡിസ്ട്രക്ഷൻ വരുന്നതാണ്. അങ്ങനെ വരുന്ന ട്രാൻസ്ഫ്യൂഷനിലൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വരാം. അതാണ് ഐസോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ. അടുത്തത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹീമോലൈറ്റിക് അനീമിയ, ഡ്യൂ ടു ഡ്രഗ്സ്. ചില ഡ്രഗ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് RBC ലൈസിസിന് കാരണമാക്കും. അതാണ് ഇപ്പൊ റിഫാംബിസിൻ അങ്ങനെയുള്ള മെഡിസിൻ എല്ലാം, TBക്ക് കൊടുക്കുന്നതെല്ലാം കുറച്ചുകൂടി എന്താ പറയുക, RBCക്ക് ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. യൂറിനെല്ലാം ഓറഞ്ച് കളറായിട്ട് മാറാറുണ്ട് ഡ്രഗിന്റെ ഇതൊക്കെ കാരണം. അങ്ങനെ കുറച്ച് ഡ്രഗുകൾ, റിഫാംബിസിൻ പോലുള്ള ഡ്രഗുകളെല്ലാം അനീമിയക്ക് കാരണം ഉണ്ടാക്കും. PNH, പരോക്സിസ്മൽ നക്ടേണൽ ഹീമോഗ്ലോബിനൂറിയ, അതായത് ഡ്യൂ ടു അക്യൂട്ട് ഡിഫക്റ്റ് ഇൻ RBC മെംബ്രെയിൻ. ഹീമോളിസിസ് ഒക്കർ അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ തണുത്ത ക്ലൈമറ്റിൽ RBCക്ക് ലൈസിസ് വരികയാണ്. RBC മെംബ്രെയിൻ ഡിഫക്റ്റ് കാരണം RBCക്ക് ലൈസിസ് വരുന്നതാണ്. ഇറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ഹാം സിറം ടെസ്റ്റ് ചെയ്തിട്ട് PNH, പരോക്സിസ്മൽ നക്ടേണൽ ഹീമോഗ്ലോബിനൂറിയ കണ്ടുപിടിക്കാം. സൂക്രോസ് ലൈസിസ് ടെസ്റ്റ് അതും ചെയ്യാം, പക്ഷെ അത് ലെസ് സെൻസിറ്റീവ് ആണ്, സ്പെസിഫിക് ആണ്. സെൻസിറ്റീവ് ആണ് പക്ഷെ സ്പെസിഫിസിറ്റി കുറവാണ് PNH-ന് കണ്ടുപിടിക്കാൻ. TC, പ്ലേറ്റ്ലെറ്റ് റെറ്റിക്സ് എല്ലാം കുറയും. TC കുറയും, പ്ലേറ്റ്ലെറ്റ് കുറയും, റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് എല്ലാം കുറയും. അടുത്ത് പരോക്സിസ്മൽ കോൾഡ് ഹീമോഗ്ലോബിനൂറിയ. ഈ ഹീമോളിസിസ് എപ്പോഴാണ് സംഭവിക്കുക വെച്ചാൽ, ഇപ്പൊ നല്ല തണുത്ത ക്ലൈമറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പാസ് ചെയ്യുന്ന യൂറിനെല്ലാം ചിലപ്പോൾ നിറയെ RBC ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് യൂറിൻ റെഡ് കളർ ആയിരിക്കും. ഹീമോളിസിസ് occurs when exposed to cold. Patient have Donat-Landsteiner antibody. ഓർത്ത് വയ്ക്കുക, പേഷ്യന്റ് ഹാവ് Donat-Landsteiner antibody. Donat-Landsteiner antibody ആണ് ഈ കോൾഡ് എക്സ്പോഷറിൽ ലൈസിസിന് കാരണമാവുന്നത്. സിഫിലിസ് വന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് വന്ന ആളാണെങ്കിൽ അത് ഈ ലൈസിസ് കൂട്ടും, ഇവരിൽ ലൈസിസ് കൂട്ടും. അതാണ് പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ്. അടുത്ത മിസലേനിയസ് അനീമിയ. ഞാൻ നേരത്തെ പറഞ്ഞു മലേറിയ എല്ലാം വരുമ്പോൾ RBCയുടെ ഉള്ളിൽ കയറി പാരസൈറ്റ്സ് ആണ്, അപ്പൊ RBCക്ക് പ്രോപ്പർ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മലേറിയ വരാം, പല ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാം. ബേൺ വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോട്ടീൻ ഒക്കെ നഷ്ടപ്പെടും. അങ്ങനെ തന്നെ ബേൺസിൽ അനീമിയ വരാം. ഓക്സിഡൈസിങ് ഡ്രഗ് ഓവർഡ്യൂസ്, എന്തെങ്കിലും ഓക്സിഡൈസിങ് ആയിട്ടുള്ള ഡ്രഗ് ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ അനീമിയ വരാം. കെമിക്കൽ പോയിസണിങ്സ് വരാം, ലെഡ് പോയിസണിങ് ഒക്കെ. സ്നേക്ക് ആൻഡ് സ്പൈഡർ ബൈറ്റ്, പാമ്പ് കടിച്ചാൽ ഒരുപാട് ഹീമോളിസിസ് ഒക്കെ സംഭവിച്ചിട്ട് അനീമിയ വരാം. സ്പൈഡർ എല്ലാം അതൊക്കെ ഇതാണ്, വിഷം ഉള്ളിൽ ചെല്ലുന്നുള്ളതാണ്. പിന്നെ അനീമിയ ഓഫ് സിസ്റ്റമിക് ഡിസീസ്, ക്യാൻസർ പേഷ്യന്റ് എപ്പോഴും അനീമിക് ആയിരിക്കാറുണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ, റീനൽ ഫെയിലിയർ, എറിത്രോപോയിറ്റിൻ പ്രൊഡക്ഷൻ എല്ലാം കിഡ്നിയിലൊക്കെ വരുമ്പോൾ, കിഡ്നി ഫെയിലിയർ വരുമ്പോൾ എറിത്രോപോയിറ്റിൻ പ്രൊഡക്ഷൻ കുറയും. അങ്ങനെ വരുന്നതാണ് കുറയുന്നത്. സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ്, ഓട്ടോഇമ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് RBC ഡിസ്ട്രക്ട് ചെയ്യും. ആൽക്കഹോളിസം വരുമ്പോൾ ആൽക്കഹോൾ കാരണം നമ്മുടെ ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻ ഒന്നും പ്രോപ്പറായി നടക്കില്ല. ആൾക്കാർ
ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കില്ല, അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള കാരണം അവർക്ക് അനീമിയ വരാം. ഹൈപ്പോതൈറോയിഡിസം എറിത്രോപോയിറ്റിനായിട്ട് കോറിലേഷൻ ഉള്ളത് കാരണം എറിത്രോപോയിറ്റിൻ പ്രൊഡക്ഷൻ കുറയുമ്പോൾ വരാം. ട്യൂബർകുലോസിസ് ഒരു ക്രോണിക് ഡിസീസ് ആണ്, ആ ഡിസീസിലും നമുക്ക് ഇങ്ങനെ വരാം. അടുത്ത് മാഹ, മൈക്രോ ആൻജിയോപതിക് ഹീമോലൈറ്റിക് അനീമിയ, മെക്കാനിക്കൽ ഇൻട്രാവാസ്കുലർ ഫ്രാഗ്മെന്റേഷൻ ഓഫ് ആർ ബി സി. മാഹ മെക്കാനിക്കൽ ഇൻട്രാവാസ്കുലർ, നമ്മുടെ വെയിനകത്ത് കിടന്ന് ആർ ബി സി ഡിസ്ട്രക്റ്റ് ആവുകയാണ്, അതിനാണ് മെക്കാനിക്കൽ ഇൻട്രാവാസ്കുലർ ഫ്രാഗ്മെന്റേഷൻ ഓഫ് ആർ ബി സി എന്ന് പറയുന്നത്. ഇഡിയോപാതിക് ത്രോംബോസൈറ്റോപീനിക് പർപ്യൂറ, ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ, എക്ലാംസിയ എന്നുള്ള കണ്ടീഷനിലെല്ലാം ഇത് വരും. നമ്മുടെ സ്മിയറിൽ ഫ്രാഗ്മെന്റഡ് ആർ ബി സിയെ കാണുന്നതാണ് മാഹ എന്ന് പറയുന്നത്. ഫ്രാഗ്മെന്റഡ് ആർ ബി സി വന്നാൽ ആർ ബി സി തന്നെ പൊട്ടിപ്പൊടിയാണ്, ഫ്രാഗ്മെന്റേഷൻ വരെയാണ്, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. Parietal cells of gastric mucosa is essential for the absorption of, എക്സാക്ട് ഇങ്ങനെയല്ല, അതായത് parietal cells of gastric mucosa പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിന്റെ അബ്സോർപ്ഷൻ ആവശ്യം. പക്ഷെ ഇതിൽ ചോദ്യം ഇങ്ങനെയാണ്, parietal cells of gastric mucosa is essential for the absorption of iron, folic acid, B12, all the above. It is B12, vitamin B12 ആണ് ആവശ്യം. അടുത്ത് അഡിസോണിയൻ അനീമിയ. അഡിസോണിയൻ അനീമിയ ഞാൻ നേരത്തെ പറഞ്ഞു, എന്ത് അനീമിയാണ് അഡിസോണിയൻ അനീമിയ എന്ന് പറയുന്നത് ചോദിച്ചു. അയൺ ഡെഫിഷ്യൻസി അല്ല, അയൺ ഡെഫിഷ്യൻസി മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ എന്നുള്ള വേറൊരു പേരേ ഉള്ളൂ, അത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയാണ്. സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ, ഇതിന്റെ സിഡ്രോബ്ലാസ്റ്റ് കാണുന്നതാണ്, ഈ മെറ്റബോളിസിന്റെ ഡിഫക്റ്റ് കാരണം വരുന്നതാണ്. എപ്ലാസ്റ്റിക് അനീമിയ കംപ്ലീറ്റ് ബോൺ മാരോ സപ്രഷനിൽ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയാണ് ഇതിന്റെ ആൻസർ. അഡിസോണിയൻ അനീമിയ എന്ന് പറഞ്ഞാൽ പെർനീഷ്യസ് അനീമിയാണ്. പെർനീഷ്യസ് അനീമിയ is due to the deficiency of iron, folic acid, B12, all the above. Pernicious anemia, deficiency of B12, vitamin B12 അല്ലെങ്കിൽ സൈനോകോബാലമിന്റെ ഡെഫിഷ്യൻസി കാരണമാണ്. പെർനീഷ്യസ് അനീമിയയിലെ ഇൻട്രിൻസിക് ഫാക്ടറിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന parietal cells of gastric mucosa എതിരെയുള്ള ആന്റിബോഡീസ് വരും. അപ്പൊ ആന്റിബോഡീസ് B12 പ്രൊഡക്ഷനെ, ആന്റിബോഡീസ് ഇൻട്രിൻസിക് ഫാക്ടറിനെ, parietal സെൽസിനെ നശിപ്പിക്കും, ഇൻട്രിൻസിക് ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യില്ല, അപ്പൊ B12ന്റെ അബ്സോർപ്ഷൻ കുറയും. In pernicious anemia, the MCHC value will be, pernicious anemia, MCH value will be mean cell hemoglobin concentration. ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കണം. MCHC ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ വളരെ കുറവാണ്, ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ ഓൾ ടൈപ്പ് ഓഫ് അനീമിയയിലും ഡിക്രീസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നോർമൽ ആണ്, കാരണം പെർനീഷ്യസ് അനീമിയയില് ലാർജ് മെഗലോബ്ലാസ്റ്റ് ആണ് പെർനീഷ്യസ് അനീമിയയിൽ കാണുക. അപ്പൊ അതിനകത്തെ ലാർജ് സെൽ ആയതുകൊണ്ട് തന്നെ മീൻ സെൽ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ നോർമൽ ആയിരിക്കും. ഇൻ സിക്കിൾ സെൽ അനീമിയ, അമിനോ ആസിഡ് റീപ്ലേസ്മെന്റ് ഒക്കേഴ്സ് ഓൺ ആൽഫ ചെയിൻ, ബീറ്റ ചെയിൻ, ഗാമ ചെയിൻ, ഡെൽറ്റ ചെയിൻ. സിക്കിൾ സെൽ അനീമിയ 6th പൊസിഷൻ ആണ് വരുന്നത്. ഇതൊക്കെ ഇനി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ബീറ്റ ചെയിനിലെ ഡിഫക്റ്റ് ആണ്, ഇൻ ബീറ്റ ചെയിനിലെ ഡിഫക്റ്റ് ആണ്. സിക്കിൾ സെൽ അനീമിയ അമിനോ ആസിഡ് റീപ്ലേസ്മെന്റ് ഒക്കെ അറ്റ് പൊസിഷൻ, അമിനോ ആസിഡ് റീപ്ലേസ്മെന്റ് ഏതാണ്? ബീറ്റ ചെയിനിലെ 6th പൊസിഷനിലാണ് റീപ്ലേസ്മെന്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സിക്കിൾ സെൽ അനീമിയ വിച്ച് അമിനോ ആസിഡ്? ഇതെല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ള, ഇതിന് മുമ്പത്തെ PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത 2 ക്വസ്റ്റ്യൻസും. In sickle cell anemia, which amino acid replaces the other one? Valine replaced by glutamic acid, glutamic acid replaced by valine. Both are correct, none. Glutamic acid is replaced by valine. ഒരിക്കലും വാലിൻ റീപ്ലേസ് ചെയ്യല്ല ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡിനെ G റീപ്ലേസ് ചെയ്യുന്നത് B ആണ്. If both parents have HBS, the child having sickle cell disease trait എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉണ്ടായിരിക്കും, അപ്പൊ HBS ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളത് AO, BO, HBDO, HBF, HBEO ഏത് വേണമെങ്കിലും വരാം. സിക്കിൾ സെൽ ഡിസീസ് പേഷ്യന്റ് ഷോ, പേഷ്യന്റ് സിക്കിൾ സെൽ ഡിസീസ് ആണ് പറയുന്നത്. HBS and HBF വരും അവരുടെ. താലസീമിയ, വിച്ച് ഗ്ലോബിൻ ചെയിൻ വിൽ ബി ഡിഫക്റ്റീവ്? താലസീമിയ. ഇൻ താലസീമിയ ജനറലൈസ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. ആൽഫ ചെയിൻ, ബീറ്റ ചെയിൻ, എയ്തർ ആൽഫ ഓർ ബീറ്റ ചെയിൻ, ഹീം ചെയിൻ എന്നാണ് പറയുന്നത്.
അപ്പൊ ഇവിടെ ആൽഫ ബീറ്റ എന്ന് സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എയ്തർ ആൽഫ ഓർ ബീറ്റ ചെയിൻ എന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. In alpha thalassemia, which chain production is reduced? Alpha chain. In beta thalassemia, which chain is production is reduced? Beta chain. Mediterranean anemia is otherwise called beta thalassemia minor, beta thalassemia major, alpha thalassemia none. Mediterranean anemia അല്ലെങ്കിൽ കൂളീസ് അനീമിയ എന്ന് പറഞ്ഞത് ബീറ്റ താലസീമിയ മേജർ ആണ്. കൂളീസ് അനീമിയ അതർവൈസ് കോൾഡ് ബീറ്റ താലസീമിയ മേജർ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ബീറ്റ ചെയിൻ ഇൻ താലസീമിയ ഈസ് കോൾഡ് കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ബീറ്റ ചെയിൻ ഇൻ താലസീമിയ ഈസ് B0 ബീറ്റ സീറോ താലസീമിയ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.